ദിവസം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ അത്ഭുതങ്ങളെ കാണും, അത്ഭുതങ്ങളെ കേൾക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് സകല വിഷയത്തിൻ്റെ മേൽ ദൈവത്താലുള്ള അനുഗ്രഹത്തെ കാണുവാനും കേൾക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകല കാര്യത്തിലും സാക്ഷ്യമാക്കുന്നല്ലോ. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ അഭിഷേകത്തിനായി, കർത്താവിൻ്റെ കൃപയ്ക്കായി എല്ലാം ഞാൻ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുക, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് വിട്ടുകൊടുത്ത് ജീവിക്കുക. കർത്താവിൻ്റെ ഹിതപ്രകാരം നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മൾ എങ്ങോട്ടാണോ നയിക്കുന്നത് ആ ഹിതത്തിലേക്ക് നമ്മൾ പോകുവാൻ കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കുന്നവരായി തീർന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവഹിതം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കുന്നവരാകണം. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ വചനത്തിലൂടെ കേൾക്കാം എങ്ങനെയാണ് കർത്താവിൻ്റെ ഹിതത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാൻ കഴിയുന്നതെന്ന് നമുക്ക് മുന്നോട്ട് പിന്നെയും മനസ്സിലാക്കാം. വേഗത്തിൽ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് ഒന്ന് പോകാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ലൂക്കോസ് ലീഹായുടെ വചനമാണ് ധ്യാനിക്കുന്നത്. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇന്നലെ കേട്ടു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായി യോർദാൻ വിട്ട് മടങ്ങി. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം പരീക്ഷിക്കപ്പെട്ടു. അപ്പം ഇന്നലെ നമ്മൾ കേട്ടു. അതിന് ശേഷം അടുത്ത വാക്യത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പരിചിതമായ വാക്യമാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ വചനം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ എങ്ങനെയാണോ സ്വർഗത്തിലെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് അതേപോലെ ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇപ്പം നിങ്ങളിവിടെ കൂടി വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടെ ഞാൻ ലോകത്തിൻ്റെതായിട്ടൊരു സിസ്റ്റം പറയുമല്ല. ഇപ്പം നിങ്ങളോട് പറയാം, ബ്രദറെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കടഭാരത്താലോ രോഗത്താലോ മറ്റേതെങ്കിലുമൊക്കെ കുടുംബ വിഷയത്തിൻ്റെ അകത്തോ ഈ തലമുറകളുടെ വിഷയത്തിലോ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടോ സങ്കടപ്പെട്ടോ ഇരിക്കുമ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, സഹോദരി ഇന്ന വഴിക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ലോകപ്രകാരം ഒരു സൊല്യൂഷൻ അല്ല ഇവിടെ പറയുന്നത്, അല്ലേ? ഇപ്പം ലോകപ്രകാരം നമുക്ക് ഒത്തിരി സൊല്യൂഷനുണ്ട്. പക്ഷേ ലോകപ്രകാരമുള്ള സൊല്യൂഷൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നമ്മൾ മാനുഷിക ബുദ്ധിയിൽ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുമെല്ലാം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമുക്കറിയാം, രോഗം വന്നാൽ ചികിത്സിക്കാൻ പറ്റും, അല്ലേ? രോഗം വന്നാൽ ചികിത്സിക്കാൻ പറ്റും. ചില സമയങ്ങളിൽ ചികിത്സിച്ചാൽ മാറാത്ത പല രോഗങ്ങളുണ്ട്. അപ്പം ഇന്നലെ നമ്മൾ കേട്ട ഒരു സാക്ഷി എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി, ആ ഒരു ഇയർ ബാലൻസിൻ്റെ സൗഖ്യമായത്. കാര്യം ഞാൻ അതിന് ശേഷം പിന്നെയും അന്വേഷിച്ചു. കാരണം ആ രോഗമൊന്നും, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഒന്നും ജീവിതകാലം മുഴുവനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട അസുഖം, അല്ലേ? അല്ലെങ്കിൽ അവരിപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതുപോലെ എന്തൊക്കെയാണോ അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ലൈഫ് ലോങ് മരിക്കുന്നോടം വരെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം. എന്നാൽ ആ സഹോദരി പറയാനിടയായി തീർന്നു, 10 വർഷമായിട്ടുണ്ടായിരുന്ന ഇയർ ബാലൻസിങ്ങിൻ്റെ ആ ബുദ്ധിമുട്ടിനെ യേശു സൗഖ്യമാക്കിയെന്ന്. എത്ര പേര് ഇന്നലെ ആ ഒരു സാക്ഷ്യം കേട്ട്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ സാക്ഷ്യം? ആമേൻ. ഇപ്പൊ ഒരു മാനുഷികമായ സൊല്യൂഷൻ പ്രകാരമാണെങ്കിൽ മെഡിക്കൽ സയൻസിന് പൂർണ്ണമായിട്ടും ആ രോഗത്തെ മാറ്റുവാനുള്ള കപ്പാസിറ്റി ഇല്ല. പൂർണ്ണമായി അത് മാറുക എന്നുള്ള കപ്പാസിറ്റി മെഡിക്കൽ സയൻസ് പ്രകാരമില്ല. പക്ഷെ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ദൈവത്തിൻ്റെ വചനം.
ദൈവത്തിന്റെ വചനം ദൈവത്തിലുള്ള സാധ്യതകളെയും ദൈവത്തിലുള്ള ഒരു ലോകം, ദൈവമായിരിക്കുന്ന ലോകത്തെ ഈ ഭൂമിയിലേക്ക് ആക്സസ് ചെയ്യുവാൻ, ഈ ഭൂമിയിലുള്ളവർക്ക് ആക്സസ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് കർത്താവിന്റെ വചനം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കും. എപ്പോഴാണ് ഇത് പറഞ്ഞത്? യേശു 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വിശന്ന് കർത്താവ് ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു കല്ലുരുട്ടിയിട്ടിട്ട് പിശാച് പറഞ്ഞു, ഈ കല്ലിനോട് അപ്പമാകാൻ വേണ്ടി പറ. ഉടനെ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ദൈവവചനത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ദൈവവചനം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുവാൻ തുടങ്ങിയാൽ, ധ്യാനിക്കുവാൻ തുടങ്ങിയാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ, ഞാനോട് കുറച്ച് നേരത്തെ ഇന്നലെ ഞാൻ ചോദിച്ചായിരുന്നു, നമ്മൾ ചില സമയത്തിൽ പ്രാർത്ഥനയിലേക്ക് ഇരിക്കുന്ന സമയത്ത് സമയം പോകുന്നത് പോലും അറിയാത്ത ചില അനുഭവങ്ങൾ നമുക്കുണ്ടാവും അല്ലേ? എല്ലാം മറന്ന് ചിലരിന്ന് ഉറങ്ങാറുണ്ട്, ചിലരിന്ന് മൊബൈലിൽ നോക്കാറുണ്ട്. പക്ഷേ വചനം കേൾക്കുമ്പം എല്ലാം മറന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വചനത്തിൻ്റെ ജീവൻ നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ കർത്താവ് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കും. ഇനി ഇവിടെ നോക്കിയോണം, ഈ ദൈവം നമുക്ക് വചനം തന്നിരിക്കുക. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, 100 രൂപയോ 50 രൂപയോ അല്ലെങ്കിൽ സൗജന്യമായോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ, ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അകത്ത് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ട സകല വഴിയും കിടപ്പുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമോ, അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കേണ്ട രീതിയിലുള്ള സകലതും ഈ ബൈബിളിലുണ്ട്. ഞാനൊരു വാക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്. ഞാൻ അബ്രഹാമിൻ്റെ, യഹോവയായ ദൈവം മോശയോട് പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആകുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം ആകുന്നു എന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി. എന്നിട്ട് പറയാണ്, യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിക വിചാരകന്മാർ നിമിത്തമുള്ളവർ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനും ആ ദേശത്ത് നല്ലതും വിശാലവുമായ പാലും തേനും ഒഴുകുന്ന ദേശം കനാന്യർ, ഹിത്യർ, അമോര്യർ, ഫെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, മിസ്രൈമിൽ അടിമകളായി നിൽക്കുന്ന ജനം, അവർക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, അവർക്ക് എടുത്തു പറയാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ നിലവിളി കേട്ടു, ഊഴിക വിചാരകന്മാർ നിമിത്തമുള്ളവർ നിലവിളി ഞാൻ കണ്ടു, അവർ സങ്കടത്തെ കേട്ടു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അമോര്യർ, ഹിത്യർ, നെബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് ഞാൻ അവരെ കൊണ്ടുപോകുവാൻ പോകുന്നു എന്ന് ബൈബിൾ പറയുന്നു. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇവിടെ അടിമകളായി നിൽക്കുന്ന ജനത്തിന് ഞാൻ ചോദിക്കുവാണ്, ഈ 10-40 ലക്ഷത്തോളം, ഏകദേശ കണക്കാണ്, അതിൽ കൂടുതലുണ്ട്, 10-40 ലക്ഷത്തോളം ജനത്തിന് വേണ്ട സ്ഥലം മേടിക്കാനുള്ള പൈസ ഈ മിസ്രൈമിൽ അടിമകളായി നിൽക്കുന്ന ജനത്തിൻ്റെ വല്ലതും ഉണ്ടോ? ഒന്ന് പറഞ്ഞേ, അവരുടെ ഉണ്ടോ? ഇല്ല 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 ഇല്ല. ഇതാണ് ബൈബിൾ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ദൈവം പറയുകയാണ് മോശയോട്, നീ ഒരു കാര്യം ചെയ്യും മോശെ, മിസ്രൈമിൽ ചെന്നിട്ട് ആ ബിസിനസ്സുകാരോട് പറയാനല്ല പറഞ്ഞേക്കുന്നത്, നിലവിളിച്ച് കഷ്ടപ്പെട്ട് അടികൊണ്ട് വേദനിച്ച് ഫറവോന്റെ എച്ചിൽ പാത്രങ്ങൾ കഴുകി അടിമകളായി, സാലറിയില്ല, ഒന്നുമില്ല, വേദന മാത്രമുള്ള ജനത്തിനോട് പറയുകയാണ്, ഞാൻ 7 ജാതികൾ താമസിക്കുന്ന ആ ദേശം തരാൻ വേണ്ടി പോകും. അപ്പം നമ്മൾ ചിന്തിക്കും, നമുക്ക് എവിടെയാണ് പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വചനം കേട്ടിട്ട് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത്. ഇപ്പം ഇത് കേട്ട ഉടനെ ഞാൻ ചിന്തിക്കുക, നിങ്ങളെങ്ങാനും ആ മിസ്രൈമിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചോദിച്ചാൽ അവിടെ സെന്റിന് എത്ര രൂപയായിരിക്കും വില? കാര്യം ഹിത്യർ, നെബൂസിയർ, കാര്യം പാലും തേനും ഒഴുകുന്ന, അതൊരു എന്താ പറയുന്നത്, പാലും തേനും ഒഴുകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തേൻ ഒഴുകുന്ന നദി എന്നുള്ളതല്ല, സമൃദ്ധിയെ കാണിക്കുന്ന.
അവിടുത്തെ ഒരു മുന്തിരിക്കൊലയെ പറ്റി പറഞ്ഞു 4 പേര് കൂടി ചുമന്നുകൊണ്ടാണ് ഒരു മുന്തിരിക്കൊല, അത്രത്തോളം ഫലപുഷ്ടിയുള്ള മണ്ണ്, അത്രത്തോളം ഫലം തരുന്ന ഒരു സ്ഥലം. അപ്പൊ ആരും ആ സ്ഥലം എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഒരു മരുഭൂമി അല്ല ദൈവം ഓഫർ ചെയ്തിരിക്കുന്നത്, അവിടുത്തെ ഒരു മുന്തിരിക്കൊല ചുമക്കുന്നത്. നിങ്ങൾ ആ വാക്യം ഒന്ന് വേഗത്തിൽ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിക്കാം. ഒരു മുന്തിരിക്കൊല ചുമക്കുന്നത് തന്നെ 4 പേര് കൂടിയാ. എന്നാലോചിച്ച് നോക്കിയാൽ, നമ്മൾ 1 കിലോ മുന്തിരിങ്ങ കടയിൽ നിന്ന് മേടിച്ച് ഈസി ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് വരുമെങ്കിൽ അവിടുത്തെ ഒരു മുന്തിരിക്കൊല ചുമക്കുന്നത് 4 പേര് കൂടിയാ. അപ്പൊ അവിടുത്തെ സമൃദ്ധി ഒന്ന് ആലോചിച്ച് നോക്കി. നീ എത്ര പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും അവർ ആ സ്ഥലം വിട്ട് പോകത്തില്ല. എത്ര അവരെ നിർബന്ധിച്ചാലും പോകത്തില്ല. ഇനി നമ്മുടെ ഒരു നാട്ടുഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിന് പൊന്നും വിലയുള്ള സ്ഥലമാണ്, സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലമാണ് ഏത്, ഈ പറഞ്ഞിരിക്കുന്ന ഈ ദേശം, കനാൻ ദേശം. അപ്പൊ ദൈവം പറയുന്ന ഞാൻ അവർക്കത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മോശെ ചിന്തിക്കുകയാണ്, കർത്താവേ, സെന്റിന് ഇത്ര രൂപയാണെങ്കിൽ പോലും അത് മേടിക്കാൻ ഒരു കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. മിസ്രൈമിൽ അടിമകളാണ്, അവർക്ക് ശമ്പളമില്ല, അവരുടെ കയ്യിൽ വേറെ പൈസയില്ല, അവർക്ക് വേറെ സമ്പത്തില്ല, ഇതൊന്നുമില്ല. എങ്ങനെ ഇവർ കൈവശമാക്കും? ഇവിടെയാണ് നിങ്ങൾ ബുദ്ധി കൊണ്ടൊരിക്കലും വചനത്തിന്റെ മുമ്പിൽ നിൽക്കരുത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ജനം പോക്കറ്റ് തപ്പിക്കഴിഞ്ഞാൽ അവർക്കത് മേടിക്കാനല്ല ദൈവം പറഞ്ഞേക്കുന്നത്. ദൈവം തരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനത്താൽ എന്ത് ചെയ്യും, അത് ഉളവാകും. നിങ്ങൾ നോക്കി, എനിക്ക് ആ വാക്ക് അവിടെ ഇഷ്ടപ്പെട്ടത്. ജനം പുറപ്പെടുക, ജനം പുറപ്പെടുന്ന സമയത്ത് അവർ ചിന്തിക്കുക, ദൈവമേ, ആ ദേശത്ത് സെന്റിന് എത്ര രൂപയാ വില, ഞങ്ങളിനി എങ്ങനെ അത് മേടിക്കും, എങ്ങനെ അവിടെ താമസിക്കും, എങ്ങനെ അവിടെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്ത അവരുടെ അകത്തുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് മോശ വിളിച്ചു പറയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ എന്ത് ചെയ്യും, ജീവിക്കും. അപ്പം അവിടെ ചെല്ലുന്ന മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ജനം കനാനിൽ ജീവിക്കാൻ പോകുന്നത് ബുദ്ധി കൊണ്ടല്ല, വചനത്താലാണ്. എങ്ങനെ വചനത്താൽ ജീവിക്കുന്നത്? അവരുടെ കൈവശം അത് പണം കൊടുത്ത് മേടിക്കാനുള്ള പൈസയില്ല. ഇനി പണം കൊടുത്താൽ തന്നെ അനാഖ്യ മല്ലന്മാരുള്ള ആ ദേശം അവർക്ക് കിട്ടത്തില്ല. ആരെങ്കിലും കൊടുക്കുമോ? നല്ല കണ്ണായ സ്ഥലം ഇല്ല, ഇത്രയും സമൃദ്ധിയുള്ള സ്ഥലം ആരും വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ആ വാക്യം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ആ വാക്യം ഞാൻ കാണിക്കും, കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും. ഇവിടെ ഈ വാക്യം ഞാൻ പ്രൊജക്റ്റ് ചെയ്തില്ലായിരുന്നു അല്ലേ? നോക്കി, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ആ വാക്യം നോക്കി, അവിടെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. മിസ്രൈമിലെ നോക്കി, നല്ലതും വിശാലവുമായിട്ടുള്ള ആ ദേശം എന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നോക്കി, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം തരാൻ തീരുമാനിച്ചു. അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന എങ്ങനെ മേടിക്കും. നമ്മളും പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നു അല്ലേ? വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, വചനം കേൾക്കുമ്പോൾ എങ്ങനെയെന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാതെ പകരം ആ വചനത്തിൻ്റെ അകത്ത് എൻ്റെ അത്ഭുതമുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ജനത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മരുഭൂമിയിൽ യാത്ര നടന്നുകൊണ്ടിരിക്കുക. മരുഭൂമി യാത്രയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചെങ്കടലെത്തി, ചെങ്കടൽ കഴിഞ്ഞ് പിന്നെയും യാത്ര. ഈ മരുഭൂമി യാത്രയിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൻ്റെ അകത്തൊരു ചിന്ത, ദൈവമേ, അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കും, അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ സ്ഥലം മേടിക്കും, അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ വീട് പണിയും. ഇങ്ങനെയുള്ള ചിന്തകൾ അവർ അകത്തോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് യോശുവയും കാലേബും വിളിച്ചു പറയുന്ന ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ദൈവം ആ ദേശത്തെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. നോക്കിയേ, ഇതാണ് വചനം. അപ്പൊ വചനത്താൽ എങ്ങനെ ഒരു വ്യക്തി ജീവിക്കാം? വചനത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് വിചാരിച്ചു. ഉദാഹരണം, ഒരു വചനം പറയുക, നിങ്ങൾ എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ഏറ്റവും അനുഗ്രഹമായി, എന്താണോ നിങ്ങളുടെ ആഗ്രഹവും ആവശ്യവും അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. പെട്ടെന്ന് മാനുഷിക ബുദ്ധിക്കകത്ത് നമ്മൾ ചിന്തിക്കും, ഏതാ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ചിന്തിച്ചതുപോലെ തന്നെ സെന്റിന് ലക്ഷങ്ങളാണ് അവിടെ വില, കോടികളാണ് വില. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ഞാൻ വചനത്താൽ ജീവിക്കും. വചനത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ അകത്ത് എനിക്ക് വേണ്ടതെല്ലാം കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന്റെ സമ്പാദ്യം എന്തായിരിക്കും? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന്റെ സമ്പാദ്യം എന്തായിരിക്കും എന്ന് പറഞ്ഞേ? വചനം. അപ്പൊ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സമ്പാദ്യം എന്തായിരിക്കണം?
വചനം. വചനം. നിങ്ങളുടെ സമ്പാദ്യം എന്തായിരിക്കണം? ദൈവവചനം ആയിരിക്കണം. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും, ബ്രദറെ ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, ബ്രദറെ ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ബ്രദറെ, പക്ഷെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പലതും കാണാൻ കഴിയുന്നില്ല, പലതും എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതമായി വരുന്നില്ല, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, എനിക്ക് കാണാൻ കഴിയാതെ ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ഭാരപ്പെടാറില്ലേ? എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവെങ്കിലും ഈ വചനം എന്നെ നടത്തും എന്നൊരു ചിന്തയിലേക്ക് വരണം. ഈ വചനം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടു, കർത്താവ് ഓരോ വ്യക്തികളെയും സൗഖ്യമാക്കുന്ന സാക്ഷ്യം നമ്മൾ കേട്ടല്ലേ. ദൈവം ജനത്തെ സൗഖ്യമാക്കുന്നു, ദൈവം അവർക്ക് അത്ഭുതം ചെയ്യുന്നു, ദൈവം അവരുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ആ സഹോദരി ഇന്നലെ പറഞ്ഞു 10 വർഷമായിട്ടുണ്ടായിരുന്ന ഇയർ ബാലൻസിൻ്റെ രോഗത്തെ യേശു സൗഖ്യമാക്കിയെന്ന് പറയാനിടയാ തീർന്നല്ലേ. ആ ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ട് എന്ത് ചെയ്തു? സൗഖ്യമായ സാക്ഷ്യം നമ്മൾ കേട്ടു. അപ്പൊ ആ സാക്ഷ്യം നമ്മൾ കേട്ട സമയത്ത് 10 വർഷമായിട്ട് ആ സഹോദരി എന്ത് ചെയ്യുക? രോഗത്താൽ ഭാരപ്പെടുക. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ട്രീറ്റ്മെന്റ് പറഞ്ഞു, മരുന്ന് കഴിക്കാൻ പറഞ്ഞു, ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാനസികമായ ഡോക്ടറുടേതായ രീതിയിൽ അദ്ദേഹം പഠിച്ച അറിവ് വെച്ച് എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇന്ന പോലെയൊക്കെ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുത്തു. പക്ഷേ ലൈഫ് ലോങ് എങ്ങനെയാ? ഇതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കണം. ആ സമയത്താണ് ആ സഹോദരി കേട്ടത്, കർത്താവായ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. ആ സമയത്താണ് ഒരു പ്രവചന ആലോചന കേട്ടത്, ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ടുള്ളവരെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്നൊരു പ്രവചനം കേട്ടപ്പോൾ ആ സഹോദരി സ്വന്തം ശരീരത്തിൽ കൈവച്ചത് ഏറ്റെടുത്തു. നമ്മൾക്ക് ഇന്നലെ സാക്ഷ്യം കേട്ടു, യേശു എന്നെ സൗഖ്യമാക്കി. എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയാവോ? ആ വചനത്തിൻ്റെ അകത്തെ ജീവൻ ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഇനി മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ ജീവിതകാലം മുഴുവൻ രോഗിയായിരിക്കാം. ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ഗുളിക എടുത്ത് കഴിക്കുന്നു, കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്നു, കുറച്ച് നേരത്തേക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെയും മെഡിസിൻ കഴിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തുടർന്നുകൊണ്ട് പൊക്കോണ്ടിരിക്കുന്ന ആൾ എന്ത് ചെയ്തു? ഒരു ദിവസം കേട്ടു, യേശു ക്രിസ്തുവിന്റെ മുറിവ് സൗഖ്യം വരുത്തുന്നു. ആമേൻ. അപ്പോൾ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാഹചര്യം നോക്കി ഒരു വ്യക്തി വചനത്തെ വിശ്വസിച്ചാൽ ആ വ്യക്തിക്ക് ഒരിക്കലും വചനത്തിന്റെ അത്ഭുതം കാണാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ദിനം പ്രതിയുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് നമ്മുടെ നിവൃത്തി തലത്തിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ പലരും പറയും, ബ്രദറെ ഞാൻ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ എല്ലാവരെ പറ്റിയല്ല, ചിലർക്ക് ഒരു സംശയം വന്നേക്കാം, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ചിലത് കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഞാൻ തൊട്ടുമുഴുത്ത വാക്യത്തിൽ പറയാം, യേശു പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി. നോക്കിയേ, യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു വ്യക്തി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ പല സാഹചര്യങ്ങൾ വരും. ഇപ്പൊ ഞാൻ ഉദാഹരണം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവ് പറഞ്ഞു ഞാൻ പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കർത്താവ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഫിലിപ്പോസ് ലീഹായനെ എടുത്തോണ്ട് പോയതുപോലെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ മുഴുവനും ആ കർത്താവിന് നിമിഷ നേരം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതുകൊണ്ട് കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒറ്റയടിക്ക് ഈ 40 വർഷത്തിന്റെ ആവശ്യം പോലുമില്ല. കണ്ണടച്ച് തുറക്കുന്ന നിമിഷം തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ കനാൻ ദേശത്തിലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞു. അവർക്ക് ദൈവത്തിന് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ? ഒറ്റ നിമിഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. പക്ഷെ കർത്താവ് എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല, ചില സമയത്ത് കർത്താവിന്റെ പ്രവൃത്തികൾ അങ്ങനെ. യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് നേരെ പോയത് പള്ളിയിലോട്ടല്ല. യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നേരെ പോയത് വീട്ടിലോട്ടല്ല. യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നേരെ യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? പരീക്ഷിക്കേണ്ടതിന്. ശ്രദ്ധിച്ചോണം. അപ്പൊ പലപ്പോഴും വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അനുകൂലമായ സാഹചര്യങ്ങൾ വരാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, ഞാൻ ഇത്രയും വചനം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഒന്നും എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നത് നിർത്തിയിട്ട് ഞാൻ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക.
അതിനിടയിൽ എന്ത് സംഭവിക്കും? അതിനിടയിൽ പലതും വന്നെന്നിരിക്കും. അതിൻ്റെ അകത്ത് പരീക്ഷകൾ വന്നെന്നിരിക്കും. ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കത്തില്ല. പരീക്ഷ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാ. യോബിന്റെ ശോധന ഓർമ്മ വരുന്നു. അല്ല, ഒരിക്കലും പുതിയ നിയമത്തിൽ യോബിന്റെ ശോധന പോലെ നിങ്ങളെ ശോധന ചെയ്യത്തില്ല. ബൈബിൾ പറയുന്നു, ദോഷങ്ങളാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കത്തില്ലെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു യാത്രയാണത്. ഒരു വ്യക്തി വിശ്വാസം പറയുമ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇപ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളുണ്ട്. രണ്ട്, കുറച്ച് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടക്കുന്ന അത്ഭുതങ്ങളുണ്ട്. സമയത്തിന്റെ അകത്തുള്ള അത്ഭുതമുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വ്യക്തി ഇപ്പൊ നോക്കിയ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ചിന്തിക്കുക, ഞങ്ങൾക്ക് എന്തിനാണ് ഈ മരുഭൂമി, എന്തിനാണ് ഞങ്ങളെ ഫറവോൻ പുറകെ വരുന്നത്, എന്തിനാണ് ഈ ചെങ്കടൽ? ഇതൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതൊക്കെ നിങ്ങൾ ഓർത്തോണം. ദൈവത്തിന്റെ വചനത്താൽ ഞാൻ ജീവിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ എപ്പോഴാണ് സ്റ്റക്കായി പോകുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ അനുകൂലമായി വരാത്തപ്പം നമ്മുടെ അകത്തൊരു ഭാരം വന്നില്ലേ? കർത്താവേ, എന്തുകൊണ്ടാണപ്പാ ഞാൻ ഇത്രയും കിടന്ന് പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കിടന്ന് വിശ്വസിച്ചിട്ടും എൻ്റെ കർത്താവേ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ വരാത്തതെന്ന് ഇനി മുതൽ പറയാതെ ആ വചനം പറയുമ്പോൾ ആ വചനത്തിൻ്റെ വാക്തത്വത്തിലേക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ചില റൂട്ടിലൂടെ എന്നെ കൊണ്ടുപോകും. നോക്കിക്കേ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട്, ഞാൻ ഇന്നലെ തോമസ് ബ്രദറിന്റെ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിക്കേ, തോമസ് ബ്രദറിന് ഇപ്പോൾ അദ്ദേഹം വില്ലേജ് ഓഫീസറായിട്ട് അദ്ദേഹം പാലക്കാട് ഇരിക്കുമ്പം അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ കർത്താവ് ചില വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അത് ദോഷത്തിനല്ല, ദൈവം നമ്മളെ ചിലത് പഠിപ്പിക്കുക. ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പരീക്ഷകൾ ഉണ്ടാവും. ഒരിക്കലും പരീക്ഷ എന്ന് പറയുമ്പോൾ ചിന്തിക്കരുത്, നമ്മൾ സ്കൂളിൽ ഇടുന്ന പരീക്ഷ എന്തിനു വേണ്ടിയാ? ഒരു വ്യക്തി തോക്കാൻ വേണ്ടിയല്ല പരീക്ഷ ഇടുന്നത്. അവൻ ആ പഠിച്ചെടുത്തത്, മനപ്പാടമാക്കി വെച്ചത് ഒരവസരം വന്നാൽ എങ്ങനെ പ്രയോഗിക്കുമോ എന്നുള്ളതിനാണ് പരീക്ഷ എന്ന് പറയുന്നത്. ആമേൻ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൽ, അതുകൊണ്ടാണ് ഈ ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞ വലിയൊരു പോയിന്റാണ്. നമുക്ക് ഈ മനപ്രയാസമൊക്കെ വരുമ്പോൾ നന്നായിട്ടൊന്ന് ആരാധിച്ചാൽ മതി, എല്ലാ മനപ്രയാസവും പോകും. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മയിലുള്ള ശക്തി എപ്പോഴും വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൂട്ടായ്മ നമ്മൾ കൂടണം. അത് വളരെ, കൂട്ടായ്മ വന്നിട്ട് ഉറക്കം തൂങ്ങരുത്. കൂട്ടായ്മ വന്നിട്ട് ഏറ്റവും പുറകിൽ പോയിരുന്നുകൊണ്ട് അവിടെ എന്തെല്ലാം കുറവുകളുണ്ടെന്ന് നോക്കിയിരിക്കരുത്. ആ കൂട്ടായ്മയിൽ വന്ന് നല്ലപോലെ ആരാധിച്ചാൽ ആ ഭാരങ്ങൾ വിട്ട് നമ്മൾ ഭയങ്കര ഫ്രീ ആവും. തപ്പുകൊണ്ടും കിന്നരം കൊണ്ടും അവർ ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് ബൈബിൾ പറയുന്നു. നോക്കി, ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധയാത്മാവ് നിറഞ്ഞു, യേശു യോർദാൻ വിട്ടുപോയി, പരിശുദ്ധയാത്മാവ് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇവിടെ നിങ്ങൾ നോക്കണം. അപ്പൊ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം, ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സ്ഥലം തരും. ഈ കണ്ട ജനത്തിന്, 40 ലക്ഷത്തോളം ജനത്തിന് താമസിക്കുവാനുള്ള സ്ഥലത്തെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കാ പറ്റിപ്പോയെന്നറിയാവോ? അവർ പാതി വഴിയിൽ അവർ പട്ടുപോയി. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല കേട്ടോ, ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കാൻ പഠിക്കണം നമ്മൾ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്തുവാ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അനുകൂലമായ സാഹചര്യങ്ങളൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞ് നോക്കുന്നത്? അങ്ങോട്ട് നോക്കരുത്. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം പറയുക, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാനിപ്പം ഉദാഹരണമായിട്ട് പറയുന്നു, കർത്താവ് എനിക്ക് വേണ്ടി, ഉദാഹരണമായിട്ട് എന്നെ ഒരു വാക്യൊന്നും പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നില്ലല്ലോ. ഏതാ? ഇപ്പൊ ഉദാഹരണമായിട്ട് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രോഗത്താൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്നാളൊരു സാക്ഷി, ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു, അവര് യേശുക്രിസ്തുവിന്റെ മുറിവിനാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഒരു മാറ്റവും കണ്ടില്ല. ഉള്ള വേദന കൂടുമായിരുന്നു. ഒരു രക്ഷയില്ല. ആ സഹോദരി എന്ത് ചെയ്തു? നടക്കാനും മേലെ, ഒന്നും മേലെ. അവസാനം പറഞ്ഞ് അത്ഭുതത്തിലേക്ക് വന്നു, ആ സൗഖ്യത്തിലേക്ക് വന്നു. എന്താ അവിടെ സംഭവിച്ച? സാഹചര്യത്തെ നോക്കരുത് വചനം പറയുന്നയാള്. ബ്രദറെ, ഞാൻ വചനം പറഞ്ഞിട്ടുണ്ട് ബ്രദറെ, പക്ഷേ ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ഒന്നും അടുക്കുന്നില്ല അങ്ങോട്ട്. നിങ്ങളത് നോക്കരുത്. നിങ്ങൾ എപ്പോഴാണോ കർത്താവിൻ്റെ വചനത്താൽ ജീവിക്കുവാൻ തീരുമാനിച്ചത്, വചനം പറയുവാൻ തുടങ്ങിയത്, ആ സമയം മുതൽ ആത്മാവ് നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ കൂടെ പറഞ്ഞ്, പരിശുദ്ധാത്മാവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുക എന്നൊന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പറ. പരിശുദ്ധാത്മാവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയെന്നിരിക്കും.
ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ചിലപ്പോൾ നിങ്ങളെ പലരും അധിക്ഷേപിച്ചെന്നിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും അനുകൂലമായി വരാതിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തണം, ഞാൻ എൻ്റെ വാഗ്ദത്തം കാണും. ബൈബിൾ പറയുന്നു, യോശുവയും കാലേബും എന്നോട് പറ്റിയിരിക്കിയാൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബ്രദറെ, സാഹചര്യം ഒന്നും അനുകൂലമാകുന്നില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നൊന്നുമില്ല ബ്രദറെ, ഇനി ഞാൻ സൂമിലും വരുന്നില്ല, കൂട്ടായ്മയിലും വരുന്നില്ല, ഗുഡ് ബൈ. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? പ്രാർത്ഥിച്ചിട്ട് സാഹചര്യങ്ങളൊന്നും അനുകൂലമാകുന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ പകുതി വഴി നിന്നു. പാതി വഴിയിൽ നിന്നു പോകരുത്. മുൻപോട്ട് പോകുന്നതാണ് വിശ്വാസി. കാര്യം ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ദേശം. ഇവിടെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ നോക്കിയാൽ മതി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പല ആവർത്തി ഇവരുടെ യാത്രയിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ആരാണോ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തികൾ സാഹചര്യത്തെ നോക്കി വിലയിരുത്തരുത്. ബ്രദറെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പൊ ചിലർ പറയുന്നുണ്ട്, അയ്യോ ബ്രദറെ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പോലെ എന്തൊക്കെയോ വലിയ വ്യത്യാസങ്ങൾ. അപ്പൊ നിങ്ങളുടെ കണ്ണ് എങ്ങോട്ട് പോയി? കണ്ണ് എങ്ങോട്ട് പോയി? നിങ്ങളുടെ കണ്ണ് പ്രശ്നത്തിലോട്ട് പോയി. നിങ്ങളുടെ കണ്ണ് മാറ്റങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തൊക്കെയോ വലിയ വലിയ മാറ്റങ്ങൾ എനിക്ക് സംഭവിക്കുന്നത്. മാറ്റത്തിലേക്ക് പോകരുതേ. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂർണ്ണ അത്ഭുതത്തിലേക്കാണ്. ഇപ്പൊ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പകുതി എത്തിയപ്പോഴേക്കും അവർ ഒറ്റുകാരെ പറഞ്ഞയച്ചു. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല, അവർ ഒറ്റുകാരെ പറഞ്ഞയച്ചു. ഉറ്റു നോക്കാൻ വേണ്ടി അവർ കുറെ പേരെ വിട്ടു. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല. ഉറ്റു നോക്കാൻ പോയിട്ട് വന്നവർ പറയുന്നു, നമുക്കിതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, നമ്മളാണെങ്കിൽ അവരുടെ മുമ്പിൽ വെട്ടിലിനെ പോലെ ഇരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവർ നിലവിളിച്ചു കരഞ്ഞു. ആ സഭയെ മൊത്തം അവർ കണ്ണുനീരിലാക്കി എന്നാണ് പറഞ്ഞത്. എന്തിനാ അവർ നോക്കാൻ വേണ്ടി പോയത്? ദൈവം പറഞ്ഞു ഇല്ല. ദൈവം ഉറ്റു നോക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ ദൈവം പറഞ്ഞത് നിങ്ങൾ ചെന്ന് കൈവശമാക്കുക എന്നാ. അതിന്റെ ഭൂപ്രകൃതി നിങ്ങൾ അന്വേഷിക്കണ്ട, സൈന്യബലം അന്വേഷിക്കണ്ട, ആരൊക്കെ എന്റെ കൂടെ നിൽക്കുമെന്ന് അന്വേഷിക്കണ്ട, ചെന്ന് കൈവശമാക്കുക. ഞാനത് നിങ്ങളുടെ പേര് മേടിച്ചിട്ടേക്കും, ഇത്ര ഓർത്താൽ മതി. അനാക്യരുടെയും ഹിത്യരുടെയും നെബൂസിയരുടെയും ആ നാട് ഞാൻ നിങ്ങൾക്ക് മേടിച്ചിട്ട്. അപ്പൊ ഒരു കാര്യം ഓർത്തണം, വാഗ്ദത്തം ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങളത് ചെന്ന് കൈവശമാക്കുക. ഇതിനിടയിൽ എന്തു വന്നാലും പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം ചിന്തിക്കുക, ബ്രദറെ എനിക്ക് തോന്നുന്നില്ല ബ്രദറെ, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ എന്തിനാ ഉദ്ദേശിക്കാൻ വേണ്ടി പോയത്? നിങ്ങൾ എന്തിനാണ് ചിന്തിക്കാൻ വേണ്ടി പോയത്? നിങ്ങളോട് ദൈവം പറഞ്ഞു ചിന്തിക്കാൻ? ദൈവം പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ നടക്കുന്നു? ഒന്നുമല്ല. ദൈവം പറഞ്ഞത് എന്താണ്? ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശം തരും. അവിടെ അനാക്യം മല്ലനുണ്ട് ദൈവം പറഞ്ഞിട്ടില്ല. അവിടെ വലിയ പ്രതികൂലം ഉണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. മരുഭൂമിയുടെ കാര്യം പറയുന്നേയില്ല. ചെങ്കടൽ രണ്ടാകുന്ന കാര്യം ദൈവം പറഞ്ഞിട്ടേയില്ല. ഇതൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞെന്നാന്നറിയാവോ? പാലും തേനും ഒഴുകുന്ന ദേശം. അത് മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതെല്ലാം വഴിമാറിക്കൊണ്ടേയിരിക്കും. ബാക്കിയുള്ളതെല്ലാം തീർന്നു പൊക്കോളും. ഇനി ഫറവോനല്ല, അവന്റെ ശക്തിയല്ല, പിശാശല്ല, അവന്റെ സൈന്യബലമല്ല, ഇതിന്റെ പുറകെ പോകാതെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് അതേ നടക്കത്തുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന് പറ. എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ നടക്കത്തോളാമേ. ഇവിടെ എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്രശ്നം സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരീക്ഷ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് പരീക്ഷകളുണ്ടാവും. പേടിക്കരുത് കേട്ടോ. ചില സമയത്ത് കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യും. നമുക്കറിയാം, അബ്രഹാമിനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് യാഗം അർപ്പിക്കാൻ പറഞ്ഞു. അബ്രഹാം പെട്ടെന്ന് ഓർത്ത്, എൻ്റെ കർത്താവ് ഇത്രയും ദിവസം ലാളിച്ച് ഓമനിച്ച് ആഹാരം കൊടുത്ത് വളർത്തി എൻ്റെ കൊച്ചിനെ കർത്താവ് കൊല്ലാൻ വിളിക്കണം. നമ്മൾ ഉടനെ എന്ത് ചെയ്താണ്? പിന്മാറിപ്പോയേനെ. അബ്രഹാമിന് മനസ്സിലായി. അതാണ് പറഞ്ഞത്. ഇതാണ് വചനത്താൽ ജീവിക്കുന്നയാളുടെ പ്രത്യേകത. ഞാൻ പറഞ്ഞു തരാം. പരീക്ഷ വരുമ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ നന്നായിട്ട് പഠിക്കുന്നവന് പരീക്ഷ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പഠിക്കാത്തയാൾക്കാണ് പരീക്ഷയെ പേടിക്കേണ്ടത്, അല്ലേ? ഒന്നും ഞാൻ പഠിച്ചില്ലെന്ന് വിചാരിച്ചു. ഞാൻ ഒന്നും പഠിക്കാത്തയാളാ. ഒന്നും പഠിക്കാതിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്ക് ബോധക്ഷയം ഉണ്ടാവും. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. പഠിച്ചയാൾക്ക് എളുപ്പമാണ്. നമ്മൾ പറയത്തില്ലേ പിള്ളേരോട്, പഠിച്ചയാൾക്ക് പരീക്ഷ എളുപ്പമാണ്. അബ്രഹാമിന് മനസ്സിലായി. പരീക്ഷ വന്നപ്പോൾ അബ്രഹാം ഈസി ആയിട്ട് പാസ്സായി.
സാധാരണ പണ്ടത്തെ അബ്രഹാം ആണെങ്കിൽ 17-20 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് വിളിച്ചിറക്കിയ അബ്രഹാം ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പൊട്ടിച്ചിരിച്ച അബ്രഹാം ആണെങ്കിൽ 100 വയസ്സുള്ള എൻ്റെ ഭാര്യ കുഞ്ഞിനെ നൽകുമോ എന്ന് ചോദിച്ച അബ്രഹാം ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് പോകത്തില്ല. അബ്രഹാമിന് കാലക്രമേണ അബ്രഹാമിന് മനസ്സിലായി ദൈവം തൻ്റെ വചനത്താലാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. അബ്രഹാം പെട്ടെന്ന് ഓർത്തു ഇസഹാക്കിനെ യാഗം അർപ്പിക്കാൻ വേണ്ടി. നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, അബ്രഹാം ഇമോഷനായി, അബ്രഹാം ഇസഹാക്കിനെ കെട്ടിപ്പിടിച്ചു കാണും, ചുംബിച്ചു കാണും, നിലവിളിച്ചു കാണും, അയ്യോ എൻ്റെ മോൻ പോവാണേ. ഒന്നും പറഞ്ഞില്ല അബ്രഹാം വളരെ കൂളായിരുന്നു. കാരണം അബ്രഹാമിന് അറിയാം ദൈവം ഒരു വാക്ക് പറയുന്നുണ്ട്, നിന്നിൽ നിന്നും അനേക ജാതികൾ പുറപ്പെടും, നിന്നിൽ ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കും, നിന്റെ പേര് അബ്രഹാം എന്നാണ്. ദൈവം വിളിച്ച വാക്ക് നോക്കിയാൽ മതി, പെട്ടെന്ന് ആ വാക്കൊന്ന് എടുക്കാവോ? എനിക്കൊന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് ആ വാക്യം ഒന്ന് എടുക്കാം. എന്നെടുത്തിട്ട് നമുക്ക് ആ വാക്യം ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 22-ാം അധ്യായത്തിൽ അതിനുശേഷം അബ്രഹാമിനെ പരീക്ഷിക്കേണ്ടതിന് അങ്ങനെയാണെന്ന് അബ്രഹാമേ എന്ന് വിളിച്ചു. നോക്കിയേ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അബ്രഹാമിനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അബ്രഹാമേ എന്ന് വിളിച്ചു. ഈ ഒരു വാക്യത്തിലേക്ക് ഒന്ന് പോകാം. എങ്ങനെയാണ് പരീക്ഷകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്താലുള്ള ഈ പേര് മാത്രം, ദൈവം വിളിച്ച പേര് നോക്കിയാൽ മാത്രം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ദൈവം എങ്ങനെയാ അബ്രഹാമിനെ വിളിക്കുന്നത്? ഒന്ന് ഉറക്കെ പറഞ്ഞു, എങ്ങനെയാ അബ്രഹാമിനെ വിളിക്കുന്നത് ദൈവം? എന്താണ് ഞാൻ ഈ പേരുമായിട്ട് എന്താ ബന്ധം? അബ്രഹാമേ ഇവിടെ നിങ്ങൾ നോക്കിയാണ് ഈ പേരിന്റെ വ്യത്യാസമാണ്. ദൈവം അബ്രഹാമേ എന്ന് വിളിച്ച് ഞാൻ ഇതാ എന്ന്, ഈ ഒറ്റ പേര് വിളി മാത്രം മതി. അബ്രഹാം പരീക്ഷ ജയിച്ചു. ഒറ്റ വിളിക്കകത്ത് അബ്രഹാം ജയിച്ചു. എങ്ങനെയാണെന്നറിയാവോ? നോക്കിയേ, ദൈവം വിളിച്ചത് അബ്രഹാമേ എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 17 നോക്കിയേ, ഇനി നിന്നെ ഞാൻ അപ്പൊ അബ്രഹാം ഒറിജിനൽ പേരെന്നറിയാം, അബ്രാ എന്ന് എന്നല്ല ഞാൻ വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതിക്ക് പിതാവായിരിക്കാൻ ഞാൻ നിന്നെ അബ്രഹാം എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ അബ്രഹാമിന്റെ നേരത്തെ പേരെന്തുവാ? അബ്രാം എന്നല്ല ഞാൻ ഇതിനെ വിളിക്കാൻ വേണ്ടി പോകുന്നത്, ബഹുജാതികൾക്ക് പിതാവായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ അബ്രഹാമേ എന്ന് വിളിക്കുന്നു. അബ്രഹാം എന്ന് പറഞ്ഞാൽ ഒത്തിരി തലമുറകളുള്ളയാള്. അപ്പൊ ആകെയുള്ളൊരു കൊച്ചിനെ കൊന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് വളർന്ന് കല്യാണം കഴിച്ച് അനേക തലമുറകൾ ഉണ്ടാകേണ്ടയാളാ അബ്രഹാം. ദൈവം തന്നെയാണ് അബ്രാ എന്ന പേര് മാറ്റിയിട്ട് അബ്രഹാം എന്ന് പേരിട്ട്. അപ്പൊ ദൈവം വിളിക്കുവാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമേ. നോക്കി, അബ്രഹാമേ ബഹുജാതികൾക്ക് പിതാവേ എന്ന് വിളിച്ചു. എന്നിട്ട് പറയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകന്, വാക്കുകൊണ്ട് ഏകജാതനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയിൽ ചെന്ന് എനിക്ക് ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, അപ്പൊ അബ്രഹാമിന് ഒറ്റയടിക്ക് മനസ്സിലായി, ഞാൻ ജയിച്ചു. കാരണം ദൈവം എന്നെ അബ്രാ എന്നല്ല വിളിച്ചത്, അബ്രഹാം എന്നാ. ബഹുജാതികൾക്ക് പിതാവേ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം ഏകജാതൻ മരിച്ചാൽ പിന്നെ എങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്? കല്യാണം കഴിക്കാതെ എങ്ങനെയാ തലമുറ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? ഈ ഒറ്റ വാക്കിൽ അബ്രഹാമിന് മനസ്സിലായി, ഞാൻ ജയിച്ചു. ഇതാണ് വചനത്താൽ ജീവിക്കേണ്ട വ്യക്തി ശ്രദ്ധിക്കേണ്ടത്. ദൈവ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ എന്തുവായിക്കോട്ടെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ചിന്തിച്ചോണം, അയ്യോ ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല ബ്രദറെ, തലമുറയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നുമില്ല, കുടുംബത്തിൽ അച്ചായനാണ് ഞാൻ ഉദ്ദേശിച്ച് നടക്കുന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളൊന്നും എനിക്ക് ഒരു അത്ഭുതം പോലും നടക്കുന്നില്ല ബ്രദറെ. ബൈബിള് തുറന്നേ, ആ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അങ്ങനെ തന്നെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈയെടുത്ത് വെച്ചിട്ട് പറ, കർത്താവ് എന്നോട് പറഞ്ഞ പോലെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കാണാൻ വേണ്ടി പോവാം. നോക്കി, കനാന്യർ, ഹിത്യർ, നെബൂസിയർ, ഫെലൂസിയർ ഇവരുണ്ടായിരുന്ന ഈ ദേശം ദൈവം പറഞ്ഞതുപോലെ ദൈവത്തോട് പറ്റിയിരിക്കുന്നവൻ കണ്ടെങ്കിൽ ഞാനും കാണും. നോക്കി, ഞാനും കാണും. യോശുവയുടെയും കാലേബിന്റെയും പ്രത്യേകത, അവരിവരും പറയുന്നത് നോക്കാൻ വേണ്ടി പോയില്ല. ഫറവോന്റെ മസിൽ നോക്കാൻ വേണ്ടി പോയില്ല, ചെങ്കടലിന്റെ തിരമാല എണ്ണാൻ വേണ്ടി പോയില്ല, മരുഭൂമിയിലെ സർപ്പത്തിന്റെ വലിപ്പം നോക്കാൻ വേണ്ടി പോയില്ല. ഇവര് നോക്കിയത് ഒറ്റ കാര്യം, യഹോവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹോവ അത് കാണിക്കും. കണ്ടോ, അതിനിടയിൽ എന്തു വന്നാലും ഞങ്ങളുടെ വിഷയമല്ല. അങ്ങോട്ട് നോക്കരുതേ. പത്രോസ് ലീഗ മുങ്ങിപ്പോയതിന്റെ കാരണം അതാ,
മുങ്ങിപ്പോയാൻ കാരണം വലിയൊരു ശബ്ദം കേട്ടു. യേശുവിന്റെ ശബ്ദം മറന്നു, അങ്ങോട്ട് നോക്കിയപ്പോൾ മുങ്ങി താന്നുപോയി. ഇനി നിങ്ങൾ ഓർത്തോണം, വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആയിക്കോട്ടെ, മൈൻഡ് ചെയ്യരുത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നത് വരെ മൈൻഡ് ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും. പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത് വരെ നമ്മൾ പലപ്പോഴും പോയി പിശാചിന്റെ പോരാട്ടം, ബന്ധനം, കെട്ട്, അങ്ങനെ കുറേ സംഭവം ഇങ്ങനെ പുറകെ പോവാ. പൊന്നു പ്രിയരെ, അങ്ങോട്ട് നോക്കരുതേ. ദൈവം പറഞ്ഞതിനെ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി അനേകരുണ്ട്. അങ്ങോട്ട് നോക്കിയ സഹോദരതേ വലിയ ബുദ്ധിമുട്ടോട്ടെ. ചിലത് പറയാം, എന്നോട് പണ്ട് ഒരാൾ പറഞ്ഞിട്ട് പറയും, അതേ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവദാസൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ വിഷയം മാറാൻ ഭയങ്കര പാടാ കേട്ടോ, അത് ഭയങ്കര വലിയ കെട്ടാണ്, പിശാചിന്റെ വലിയ ബന്ധനമാണ്, ഇച്ചിരി പണിപ്പെടും, ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ട്. ഉടനെ ഈ സഹോദരൻ നിലവിളിച്ച് കാറിക്കൂകി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, എന്തിനാ ഭയപ്പെടുന്നത്? വലിയ കെട്ടോ ചെറിയ കെട്ടോ എന്തു ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ മടങ്ങാത്ത മുട്ടില്ല, നമസ്കരിക്കാത്ത നാവില്ല. കർത്താവിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞ വാക്കെന്താ? എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടത്തില്ല. അത് മറന്നു പോകരുത്. മൈക്കെല്ലാവരും മ്യൂട്ട് ചെയ്തേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഇന്ന് കേട്ടതുപോലെ തന്നെ വചനത്താൽ ജീവിക്കണം. ഈ ദിവസങ്ങളിൽ വചനം പറയുമ്പോൾ സാഹചര്യം നോക്കരുത് കേട്ടോ. സാഹചര്യം പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. ബ്രദറെ, പ്രാർത്ഥിച്ചിട്ട് ഞാൻ നോക്കുന്ന ഒരു റിസൾട്ടും കാണുന്നില്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിശാചിന്റെ തന്ത്രമാണ്. റിസൾട്ട് കാണും. കാര്യം ഈ വചനം എൻ്റെ ബൈബിളിൽ അങ്ങനെ തന്നെയുണ്ട്. 2025 കർത്താവിൻ്റെ വചനത്തിൽ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ കാണാൻ വേണ്ടി ഞാൻ പോവാണ്. ഇത് ഞാൻ യാത്ര ചെയ്യുകയാണ്. ഈ വാഗ്ദത്തം കാണാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് സഞ്ചരിച്ച് യേശുവിന്റെ നാമത്തിൽ ഒന്ന് സഞ്ചരിച്ച് ഇന്ന് ആ ഒരു അടിമ നുകത്തിൽ നിന്നും, മിസ്രൈമിലെ അടിമ നുകത്തിൽ നിന്നും കനാൻ ദേശത്തിലേക്ക് എത്തിയതുപോലെ വഴിയിൽ എന്ത് സംഭവിച്ചാലും മൈൻഡ് ചെയ്യരുതേ. അവിടെ നിൽക്കുപോയി നമ്മൾ പലപ്പോഴും സ്റ്റക്കായി നിൽക്കുകയാണ്. ഭാരപ്പെടരുത് കേട്ടോ. ദൈവം പറഞ്ഞതിന് വിരോധമായിട്ട് ഒന്നും എൻ്റെ കുടുംബത്തിൽ കേറത്തില്ലെന്ന് വിശ്വസിച്ച് പറഞ്ഞോണം. കർത്താവേ, നന്ദി യേശുവേ. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു നിമിഷം ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ കാര്യം. നമ്മൾ ഈ മാസം ഞാൻ പറഞ്ഞിരുന്നല്ലോ, UK ഈ മാസം 29-ാം തീയതി നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ കുറേ ആൾക്കാർ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മെസ്സേജ്, ഞാൻ അറിഞ്ഞിരുന്നില്ല. എപ്പോഴായിരുന്നു അറിഞ്ഞിരുന്നില്ല? ഇപ്പോഴത്തെ അല്ല, കേരളത്തിൽ നടന്ന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കുറേ പേര് മെസ്സേജ് ഇട്ടു. ഞാൻ എല്ലാ ദിവസവും അന്ന് യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പോസ്റ്ററുകൾ. പിന്നീട് മറന്നുപോയില്ല. അപ്പോൾ UK നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അതിൻ്റെ ലൊക്കേഷൻ ഇടുന്നതായിരിക്കും. അവരോട് അറിയിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു കൈവപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അവിടെ വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ദൂരെ വന്ന് ഇനിയിപ്പം മനസ്സിൽ ആഗ്രഹമുണ്ട് ബ്രദറെ, പക്ഷെ ദൂരെ കൂടുതലാണ്. കർത്താവിൻ്റെ നാമത്തിൽ റിസ്ക് ഒക്കെ എടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ. നമുക്കറിയാം, ഈ കർത്താവിൻ്റെ കാലഘട്ടത്തിലൊക്കെ 500 കിലോമീറ്ററോളൊക്കെ ആൾക്കാർ നടന്നാണ് ശുശ്രൂഷയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ ദൂരെ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും നിർബന്ധിക്കുകയല്ല, ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുന്നതും പോകുന്നതും ഒന്നും നഷ്ടമല്ല. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികൾ. ഞാനത് വൈകുന്നേരം എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്നൊരു നന്ദിനി എന്ന് പറഞ്ഞ, അത് ഞാൻ ആ സഹോദരിക്ക് നന്ദിനി ചേച്ചി എന്നൊരു വാക്കാണ് ഒരാൾ വിളിക്കുന്നത് പോലെ ഞാൻ കേൾക്കുന്നത്. അങ്ങനൊരു പേരാണ് കർത്താവ് എന്നോട് ഉള്ളത്തിൽ തന്നത്. ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നന്ദിനി ചേച്ചി എന്നിങ്ങനെ വിളിക്കുന്നൊരു വിളിപ്പേര് പോലെ ഞാൻ കേൾക്കുന്നത്. അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ
ഇന്ന് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ഇന്ന് സൂമിലോ ലൈവിലോ ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിയോഗമാണ്. സൂമിലോ ലൈവിലോ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്ന കുടുംബത്തെ എന്തെങ്കിലും ചേച്ചിയുടെ ചേച്ചിയും മകളുമാണത്. ഓ യേശുവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവെ ഇന്നൊരു അനർത്ഥം വിട്ടൊഴിഞ്ഞു പോവുകയാണ്. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അവിടെ അയക്കുവാൻ വേണ്ടി പോവാണ്. യേശുവെ നന്ദി കർത്താവെ, യേശുവെ നന്ദി കർത്താവെ. പരിശുദ്ധ ആത്മാവെ അങ്ങയുടെ വലിയ കൃപ അവിടെ തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ. കർത്താവിന്റെ ഒരു അടയാളം കാണിക്കുന്നു. ഈ 17 വർഷം ഒരു കണക്കാണ് കാണിക്കുന്നത്. 17 വർഷം എന്നൊരു കണക്ക് കർത്താവ് എന്നെ കാണിക്കുക. 17 വർഷത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം 17 വർഷങ്ങൾക്ക് മുമ്പ് വിറ്റ് കളഞ്ഞൊരു സ്ഥലമാണ്. ആ വിറ്റ് കളഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങൾ, അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരുമാതിരി കാട് പിടിച്ചു കിടക്കുന്നത് പോലെ, അതായത് കാട് പിടിച്ചു കിടക്കുന്നത് പോലെയുള്ള ഒരു സ്ഥലത്തിൻ്റെ അകത്തു നിന്നും ഒരു സ്ഥലം 17 വർഷങ്ങൾക്ക് മുമ്പ് വിറ്റ് കളഞ്ഞു. ആ വിറ്റതിന് ശേഷം അവിടുന്ന് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് ആ സ്ഥലം വിറ്റതിന് കുറച്ചങ്ങ് മാറിയാണ്. എന്നാൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്നു. ആ 17 വർഷങ്ങൾക്ക് മുമ്പ് അത് വിറ്റുപോയ സമയത്തിന് ശേഷം ഈ ഒരു സമയം വരെയും ഞാൻ കാണുന്നൊരു കാഴ്ച, 2 വ്യക്തികളെ ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതായത് ഒരു പ്രായമുള്ള ഒരു വ്യക്തിയെയും അല്ലാതെ മറ്റൊരു വ്യക്തിയെയും കർത്താവ് എൻ്റെ അടുത്ത് കാണിക്കുന്നു. അതിൽ ഒരു വ്യക്തി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, പലതും നഷ്ടപ്പെട്ടു പോയൊരു കുടുംബമാണ്. പല ജീവിതത്തിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് ഈ നന്മയുടെ കാര്യത്തിൽ, ഈ പ്രത്യേകിച്ച് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാക്ക് തർക്കങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതലേ നിലനിന്നിരുന്നൊരു കുടുംബമാണ് ഞാൻ കാണുന്നൊരു കാഴ്ച. നിമിത്തം ഒത്തിരി വേദന അനുഭവിച്ചൊരു കുടുംബമാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് കർത്താവിനാലുള്ളൊരു സന്തോഷവും സമാധാനത്തെയും കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്താട്ടെ. കർത്താവെ ഇന്ന് അത്ഭുതകരമായിട്ടുള്ളൊരു വ്യത്യാസം പറഞ്ഞു. അത് എന്റെ ഹസ്ബൻഡിന്റെ കുടുംബമാണ്. ഞങ്ങള് താമസിച്ച് 17 വർഷം മുമ്പ് വിറ്റതാണ്. കുറച്ച് വർഷമായി വിറ്റ് പോയി. ഞങ്ങളിപ്പോ വാടകയ്ക്കാണ്. എന്റെ ഹസ്ബൻഡ് എന്നിട്ട് മരിച്ചും പോയി. ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. ഓ എന്റെ ഞങ്ങള് കർത്താവ്, വാടകയ്ക്കാണ്. ഇന്ന് കർത്താവ് മിസ്റ്ററെ വലിയൊരു ഈ കാര്യങ്ങൾ വല്ലോ മിസ്റ്ററെ ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല. ഇന്നെങ്കിൽ ഏറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു പുതിയ ഭവനം തരാൻ വേണ്ടി പോകട്ടോ. ഇന്ന് എങ്ങനെയെന്ന് ചിന്തിക്കരുത്. ഇന്ന് കനാൻ ദേശത്ത് നിന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് വേണ്ടി, ലക്ഷക്കണക്കിന് ജനത്തിന് വേണ്ടി അവർക്ക് വേണ്ടത് മുഴുവൻ ഒരുക്കി വെച്ച ദൈവം സ്ഥലം ഒരുക്കാൻ വേണ്ടി പോവുക, നന്മ ഒരുക്കാൻ വേണ്ടി പോവുക. കർത്താവ് എത്രത്തോളം നമ്മളെ അറിയുന്നു. ആ മരണം പോലും കർത്താവ് ഇന്ന് വെളിപ്പെടുത്തി അതിന്റെ മേൽ ഒരു അനുഗ്രഹമായി ദൈവം മാറ്റാൻ വേണ്ടി പോവുക. യേശുവേ, ആ പ്രതികൂലങ്ങൾ മാറട്ടെ, ആ കുടുംബങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച എല്ലാവരും, എൻ്റെ യേശുവേ, നിങ്ങളുടെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലപ്പ. എൻ്റെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ, കർത്താവിൻ്റെ വലിയൊരു മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലപ്പ, വലിയൊരു മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കാണിക്കുന്നു. ഈ ഇച്ചിരി പഴക്കം ചെന്ന ഒരു കാലഘട്ടമാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരു മാല പോലത്തെ ഇങ്ങനെ, അതായത് നേർത്തതായിട്ടുള്ള ഒരു സ്വർണത്തിൻ്റെ ഇതാണത്, മാല പോലെ ഇരിക്കുന്നതാണ്. അത് നഷ്ടപ്പെട്ടു പോയതാണ്. ഒത്തിരി അന്വേഷിച്ചത് കണ്ടെത്തിയില്ല. ഒത്തിരി അത് അന്വേഷിച്ചിട്ടും അത് തപ്പിയെടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നോട് ഒരു കർത്താവ് ഒരു കാഴ്ച കാണിക്കുന്നു. ആ ഒരു വീടിൻ്റെ ഞാൻ ഒരു കാഴ്ച കർത്താവ്, ഒരു വീടിൻ്റെ ഒരു നട, ഈ സ്ലാബ്, നമ്മൾ പറയത്തില്ല സ്ലാബ് എന്ന് പറയുമല്ലോ, ഈ സ്ലാബ് ഇട്ടേക്കുന്ന ആ ഒരു, നിങ്ങളുടെ നാട്ടിൽ എനിക്ക് അറിയത്തില്ല, ഈ സ്ലാബ് എന്ന് പറയുന്ന സംഭവം ഈ കോൺക്രീറ്റിൻ്റെ ഈ നമ്മുടെ സ്ലാബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിങ്ങനെ അതിൻ്റെ അടിയിൽ ഈ ഒരു സ്വർണത്തിൻ്റെ മാല പോലെ ഇരിക്കുന്ന ഈ സംഭവം മറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. നഷ്ടപ്പെട്ടു പോയത് ഒത്തിരി അന്വേഷിച്ചില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്റ്റെയർ ഉണ്ട്, അത് നടയുണ്ട്. ആ നട സിമെന്റ് കൊണ്ട് തന്നെ വെച്ചിരിക്കുന്ന ഒരു നടയാണ്.
ആ സിമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സിമെന്റ് കൊണ്ടാണ്. പക്ഷേ ഇത് ഞാൻ കാണുന്നത് കറക്റ്റായിട്ട് തന്നെ ഈ സിമെന്റിന്റെ ആ കോൺക്രീറ്റ് ശരിക്കും പറഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ആ സ്ലാവിന്റെ അടുത്ത് തന്നെ ഈ മാല നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു. ആ ഒരു വ്യക്തി ആരാണോ എന്നെ കർത്താവ് കാണിക്കണം, ഭാരപ്പെട്ട് നിൽക്കുകയാണ്, ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതാണ്, കരഞ്ഞതാണ്, ഭാരപ്പെട്ടതാണ്. എന്നാൽ കർത്താവ് പറയുന്നു ആ നഷ്ടപ്പെട്ടത് അവിടെ പോയി അന്വേഷിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവനാമം ഒത്തിരി നാളുകളാ മുമ്പ് നഷ്ടപ്പെട്ടു പോയതാണ്, അത് കൈവിട്ടു പോയെന്ന് ചിന്തിച്ചതാണ്. പക്ഷെ ഹൃദയം ഉരുകി ദൈവസന്നിധിയിൽ ഒത്തിരി കരഞ്ഞതാണ്. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ വ്യക്തി നടയിരിക്കുന്നിടത്ത് ചേർന്നിരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന ഈ സ്ലാബ്, കോൺക്രീറ്റിന്റെ സ്ലാബ് ഇരിക്കുന്ന ഈ സ്ഥലത്തിന്റെ അടിയിൽ ഇത് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. കർത്താവ് ഇന്ന് അതൊരു സാക്ഷ്യമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അതാരാണോ പോയി അന്വേഷിക്കുക. ദൈവത്താൽ അത് കിട്ടുവാൻ തക്കവണ്ണം, സാക്ഷ്യമാകുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. ബ്രദറെ, എന്റെ ആയിരുന്നു കുറച്ചു നാൾ മുമ്പ് ഒരു 10-15 വർഷത്തോളമായി എന്റെ മാലയായിരുന്നു നഷ്ടപ്പെട്ടു പോയത്. അത് അത് സിസ്റ്റർ അവിടെ അത് അവിടെ തന്നെ അന്വേഷിച്ചോണം. ആ കോൺക്രീറ്റിന്റെ സ്ലാബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു നടയുണ്ട്. ആ നടയുടെ ഭാഗത്ത് തന്നെ അതുണ്ട്. ആ കുടുംബം മൊത്തം അത് അന്വേഷിക്കുക, അത് അവിടെ കിട്ടും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ. പെട്ടിക്കകത്തായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ അത് അവിടെ കിടക്കുന്നതാട്ടോ കാണുന്നത്. ഈ സ്ലാബിന്റെ സ്ഥലമാണ്. സ്ലാബ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കാണുന്നത്. അത് ആരോ കൊണ്ട് ഇട്ടതുപോലെയാണ് കിടക്കുന്നത്. അത് അന്വേഷിക്കുക. കർത്താവ് അത് അത്ഭുതമായിട്ട് തന്നെ കണ്ടെത്തുവാൻ സഹായിക്കും കേട്ടോ. പ്രാർത്ഥനയോടെ അന്വേഷിക്കുക, അത് കണ്ടെത്തുവാൻ കർത്താവ് സഹായിക്കും. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ ആത്മാവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ കൃപയ്ക്കായി ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ വെറുതെ ഇരിക്കരുത്. വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ഇത് യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തിന്റെ സമയമാണ്. ആ വേദനകൾ വിട്ടുമാറി പൂർണ്ണ സൗഖ്യം. എന്നിട്ട് ചെക്ക് ചെയ്തേ അതിന് എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്. ഇങ്ങനെ പറഞ്ഞു, യേശു എന്റെ രോഗം അനുഭവിച്ചതാ, കർത്താവ് എൻ്റെ വേദനകളെ അനുഭവിച്ചതാ. ഞാൻ രോഗമാകേണ്ടതിനല്ല, ഞാൻ സൗഖ്യമാകേണ്ടതിന് കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു. ഞാൻ അത്ഭുതമാകേണ്ടതിന് യേശു വില കൊടുത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മുഴകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകും. യേശുവിന്റെ രോഗങ്ങൾ ഞരമ്പിന്റെയും അസ്ഥിയുടെയും തലയ്ക്കകത്തോ ആന്തരിക അവയവക്കകത്തോ ഏതാണ് രോഗം മറിഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറുകയാണ്. ഇപ്പോൾ തന്നെ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരിക, കണ്ണിന്റെ കാഴ്ചകൾ വർദ്ധിക്കുക, ചെവികൾ തുറന്നു വരിക, ഊമൻ സംസാരിക്കുക, മരിച്ചത് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി പോവുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഹോളിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു ചിത്രം, ആ വചനത്തിന്റെ ഒരു ചിത്രമുള്ളൊരു ഭവനം. ആ ഒരു ഹോളിൽ തന്നെ ഒരു ടേബിള്, ഒരു മേശ ആ ഒരു കുടുംബത്തിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ ഒരു കണ്ണാടി വെച്ച ഒരു മനുഷ്യനെ കർത്താവ് എന്നെ, ഏകദേശം 63 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു മനുഷ്യനെ കർത്താവ് എന്നെ ആ കുടുംബത്തിൽ കാണിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വാക്ക് പറയുന്നു. തലമുറകളുടെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കർത്താവ് കാണിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ജോസ് എന്ന് പറയുന്ന ഒരു പേരിനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു അത്ഭുതം ആ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് ആ കുടുംബത്തിന് വേണ്ടി അനുകൂലമായി തന്നെ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കുടുംബം ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ പറഞ്ഞു. ബ്രദറെ, എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഹോളിൽ മൈ ഗ്രേസ് ഈസ് ഇനഫ് ഫോർ യു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റെടുത്തു ഏറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് കർത്താവ് ഏതാ ഒരു ടേബിൾ അവിടെ ഉണ്ട്. ഇന്ന് ആ കുടുംബം ഏറ്റെടുത്തു കേട്ടോ. തലമുറകളുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. കുടുംബത്തിന്റെ മേൽ ഈ പറയുന്ന ജോസ് എന്ന് പറയുന്ന വ്യക്തി എന്ന കർത്താവ് എന്നെ കുടുംബത്തിൽ പോയിന്റ് ചെയ്യുവാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി നമ്മളെ ആത്മമണ്ഡലമാണ്. ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി വെല്ലുവിളികൾ, അതായത് മനുഷ്യന്റെ വെല്ലുവിളിയല്ല ഞാൻ ഈ പറയുന്നത്, ആ വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു മണ്ണ് വിട്ട് കളയണമെന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സകല പിശാചിന്റെ മുഖങ്ങളും അവിടെ തകരുകയാണ്. ഇന്നൊരു വാക്ക് കർത്താവ് പറയാണ്, അനേകർ അസൂയയോടെ നോക്കി
നോക്കി നിൽക്കുന്ന രീതിയിൽ ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോവാണ്. വീഴ്ച കാത്തു നിൽക്കുന്നവർ നടുവിൽ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ വചനം പറഞ്ഞ പോലെ എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് പറയുന്നത് പോലെ കർത്താവെ ആ വാഗ്ദത്ത വചനം പോലെ കർത്താവെ അവരുടെ ബലഹീനതകളിൽ ആ ഗ്രേസ് കവർ ചെയ്യട്ടെ അവരെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ നന്ദി കർത്താവെ. അസാധാരണമായ ദൈവപ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രതികൂലങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ഇപ്പോൾ ഞങ്ങൾ യേശുവെ ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുത സൗഖ്യം ഇന്നവിടെ ഉണ്ടാകട്ടെ. അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേൽ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കുന്നല്ലപ്പാ. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ആ വ്യക്തി നടന്നു പോകുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തി നടന്നു പോകുന്ന വഴിയിൽ അടച്ചു പൂട്ടിപ്പോയ ഒരു ഫാക്ടറിയുടെ മുമ്പിലൂടെ ഈ വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്നു. അതായത് ആ വ്യക്തി ആ അടച്ചു പൂട്ടിയ ഫാക്ടറിയെ നോക്കുന്നു. ആ വഴിയാണ് ആ വ്യക്തി നടന്നു പോകുന്നത്. ആ വ്യക്തി നടന്നു പോകുന്ന വഴിയിൽ തന്നെ തൻ്റെ ഭാരങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ അടച്ചു പൂട്ടിയ ഇതൊരു അടയാളമായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഫാക്ടറി പോലെ ഞാൻ കാണുന്നത്. ഫാക്ടറിയോ അത് പക്ഷെ അടച്ചു പൂട്ടിയ നല്ല വലിപ്പമുള്ള ഹൈറ്റിലുള്ള ഒരു എഴുത്തൊക്കെയുള്ള, അതായത് വലിപ്പമുള്ള വലിയൊരു എഴുത്തൊക്കെ എൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ള, പക്ഷെ ഇതിപ്പോൾ അത് വർക്കിംഗ് അല്ല ഫാക്ടറി. അതിൻ്റെ മുമ്പിലൂടെ കവർ ചെയ്ത് നടന്നു പോകുന്ന വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തി ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പ്രായമുള്ളൊരു അമ്മച്ചി അവിടെ നിൽക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ആൺ തലമുറ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കുടുംബത്തിന്മേൽ കാണിക്കുന്നു. ആ കുടുംബത്തെ ചൊല്ലിയുള്ള വലിയ ഭാരത്തോടെയാണ് ഈ വ്യക്തി എപ്പോഴും യാത്ര ചെയ്യുന്നത്. ഈ ഭാരനിമിത്തം പലപ്പോഴും സങ്കടങ്ങളായിട്ടും വേദനകളായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ നോക്കി കർത്താവ് ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ സമാധാന ഉള്ളത്തിൽ നിറയാൻ വേണ്ടി പോവാം. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പാ അത്ഭുതകരമായ പ്രവർത്തികൾ ആ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവിൻ്റെ കൃപ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അപ്പാ എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പാ കർത്താവെ, അങ്ങ് തൊടുന്നല്ലോ. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ കുടുംബം ഇന്ന് എന്നെ വ്യക്തിയെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. ദൈവത്താലുള്ളൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാം. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ സാക്ഷ്യം ആ മകളുടെ ജീവിതത്തിൽ തുറന്നു വരട്ടെ. അങ്ങയുടെ അത്ഭുതം ഇന്ന് ആ മകളുടെ ജീവിതത്തിൽ തുറന്നു വരട്ടെ. അപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ ആ തലമുറ കുടുംബം മുഴുവനും സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ കൂടെ ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൈവച്ച് മറ്റു പറഞ്ഞ യേശു കർത്താവിൻ്റെ മുറിവ് എൻ്റെ അത്ഭുതമാണ്. കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നതാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിടെ ഇപ്പോൾ ഈ നിമിഷം ആ സൗഖ്യത്തിൻ്റെ ശക്തി ശരീരത്തിൻ്റെ ഓരോ ആന്തരിക അവയവങ്ങളുടെ മേലേക്ക് നിറയുകയാണ്. അത്ഭുതം നടക്കുകയാണ്. ആ വേദനകൾക്കകത്തു നിങ്ങൾ മോചിതരാകുകയാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ അസ്ഥികളുടെ മേലേക്ക് സൗഖ്യം നടക്കുക. ആ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകുകയാണ്. യേശുവേ, ആ ബ്ലഡിലെ കൗണ്ടുകളൊക്കെ നോർമലാകുക. വലിയൊരു എനർജി വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ. അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഇപ്പോൾ തന്നെ ആ വേദനകൾ സൗഖ്യമാകട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. മറക്കരുത്, വചനം പറയുമ്പോൾ ഇനി ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. സാഹചര്യം എന്തുമായിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന വചനത്തെ ഞാൻ കണ്ടിരിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പിന്നെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സാക്ഷ്യങ്ങൾ പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിഷയങ്ങൾ അത്ഭുതമായി കഴിഞ്ഞു. ഞാനിത് ഒരു നിമിഷം സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. സ്വർഗീയ നല്ല പിതാവേ, ഈ ദിവസങ്ങളിൽ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, ഫിനാൻഷ്യലി കർത്താവെ സ്ട്രഗിൾ ചെയ്യുന്നവർ, ആ ഞെരുക്കത്തിലൂടെ ഭാരത്തോടെ കടന്നു പോകുന്നവർ, സാലറിയിലും കർത്താവ് ബിസിനസ്സിലും ഒക്കെ നഷ്ടത്തിലൂടെ കടന്നു പോകുന്നവർ, അവരെയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ആ കെട്ടുകളെ മുഴുവൻ പൊട്ടിച്ചു പ്രാർത്ഥിക്കുന്നു. സമൃദ്ധി നിറയട്ടെ.
ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, നന്മ കൊണ്ട് നിറയട്ടെ, വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ, എല്ലാ ശൂന്യമായ അവസ്ഥകളും മാറട്ടെ. കർത്താവ് അവരുടെ ജോലിയും ബിസിനസ്സും അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ വരുമാന മാർഗമാണോ ഉറവകൾ തുറന്നു വരട്ടെ, നന്മകൾ തുറക്കട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സകല മേഖലകളും സാക്ഷ്യമായി തീരട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യങ്ങൾ ആരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് നടന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു ബ്രദർ, ഇന്നൊരു പറഞ്ഞു. ആലോചന പറഞ്ഞില്ലേ ബ്രദർ, ഒരു മാല പോയ കാര്യം. ആ. ബ്രദർ, എന്റെ മകൾക്ക് 10 വയസ്സ് ഏജ് ഉള്ളപ്പോഴാണ് മാല ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോയപ്പോ ഉത്സവമായിരുന്നു ഇവിടെ താഴത്തെ കോലില്. ഞാൻ ദൈവത്തിനെ അറിയുന്നതിന് മുമ്പെയാണ് ബ്രദർ, 10 വർഷത്തിന് മകൾക്ക് മൂത്ത മകൾക്ക് 10 വയസ്സ് ഏജ് ഉള്ള സമയത്ത്. അപ്പൊ ആ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് മകളെ കഴുത്തിൽ നിന്ന് മാല നഷ്ടപ്പെട്ടു. അവള് ഒരു ഇറക്കമാണ്, കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലാണ് കോവിലിരിക്കുന്നത്. അപ്പൊ ഇവള് കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലോട്ട് ഓടാൻ സാധ്യതയുണ്ട്. ഓടിയപ്പോഴെല്ലാം കഴുത്തിൽ നിന്ന് തെറിച്ച് പോയതായിരിക്കാനാണ് സാധ്യത. മാല ഒരു പാലക്ക നെക്ലസ് ആണ്. എങ്ങനെയല്ല സിസ്റ്റർ, ഞാൻ നഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ തന്നെ ഈ നട ഇരിക്കുന്നിടത്ത്, അതായത് ഈ സ്ലാബ് ഉള്ള സ്ഥലത്ത് ഇത് നഷ്ടപ്പെട്ടതായിട്ടും അത് പോയതായിട്ടും അത് കിടക്കുന്നതായിട്ടും കാണിക്കുന്നു. അപ്പൊ ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവർ അന്വേഷിക്കുക, അത് കണ്ടെത്തും. കർത്താവ് അത് സഹായിക്കും കേട്ടോ. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ ബ്രദർ ഒരു ദൂത് പറഞ്ഞില്ലായിരുന്ന, ഒരു പച്ച അലമാരിക്കകത്ത് ഒരു വ്യക്തിയുടെയും ഒരു തലമുറയുടെയും പാസ്പോർട്ട് ഒരുമിച്ചിരിക്കുന്നതായിട്ട്. അത് ബ്രദറെ എന്റെയും എന്റെ മകന്റെയും പാസ്പോർട്ടാണ് ബ്രദറെ. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നലെ പറയാനത് എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റില്ല ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ ഞാനൊരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു ബ്രദർ സിസ്റ്റർ. ഇന്നലെ പറഞ്ഞതാണ്, ഒരു അമ്മ ഒരു മകനൊരു മോതിരം കൊടുത്തിട്ട്, അതെങ്ങനെ ബൈക്കിൽ പോകുന്ന ഒരു മകനാണ്, എന്നിട്ട് മോതിരം കൊടുത്തിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ. അത് എന്റെ അമ്മയാണ്. അത് ഇന്നലെ അമ്മയ്ക്ക് ഇങ്ങനെ മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല. അപ്പൊ അമ്മ അത് ഇന്നലെ തന്നെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അമ്മയുടെ മോതിരം ഇതുപോലെ മോൻ മേടിച്ചോണ്ട് പോയതാണ്, പണയം വെക്കാൻ വേണ്ടിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് എടുപ്പിച്ചു കൊടുത്തില്ല. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി. അപ്പൊ അമ്മ അത് ഇന്നലെ തന്നെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അത് മോന് വേണ്ടിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് ഇന്നലെ ഇടപെട്ടതാണ്. നിങ്ങളത് കേട്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ തന്നെ മോതിര ഊരിന് മകന് കൊടുത്തവൻ ഇത് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചു. പക്ഷേ ആ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല, അത് മടങ്ങി വരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഭാരങ്ങളെ ദൈവം അറിയുന്നു. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ. വചന എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, അങ്ങനെ എഴുതി വെച്ച ഇതുകൊണ്ട് പിന്നെ മേശയും കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എന്താ ചെയ്യേണ്ട ബ്രദറെ? ഏറ്റെടുക്കണോ? ജോസ് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നോ കുടുംബത്തിൽ? ജോസ് എന്നുള്ള ആളില്ല, ബന്ധുക്കളുണ്ട്. അല്ല സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ ആലോചനയ്ക്കകത്ത് ആ കുടുംബത്തിന്റെ അകത്ത് ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരി അതാ ഏറ്റെടുത്തത്. ആലോചന നമ്മൾ മുഴുവൻ അടയാളങ്ങളും എല്ലാം ശ്രദ്ധിച്ചോണേ. കർത്താവ് അതിൻ്റെ മേൽ പ്രവർത്തിക്കും. ആ സഹോദരി പറഞ്ഞ പോലെ ജോസ് എന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു പറഞ്ഞു. അത് ആ കുടുംബമായിരുന്നു. കർത്താവ് അത് പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു. ഹലോ, കഴിഞ്ഞ ദിവസം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ മോൻ ദുബൈയിലാ. എന്നിട്ട് അവന് ഇടയ്ക്കിടയ്ക്ക് പനി വരും. 26 വയസ്സുണ്ട്. അന്നേരം ഈ കഴിഞ്ഞ ദിവസം അവനങ്ങ് പനിയായി. അന്നേരം ഞാൻ അവന്റെ ഒരു ഫോട്ടോ ഇതുപോലെ എടുത്തു വെച്ച് അതേ കൈ തൊട്ട് വെച്ച് പ്രാർത്ഥിച്ചു. എന്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുമുള്ള സൗഖ്യം വരട്ടെന്ന് വെച്ച് പ്രാർത്ഥിച്ചു. ആശുപത്രി പോവാതെ തന്നെ അവന് പരിപൂർണ സൗഖ്യം ഉണ്ടായി. അതിന് ഞാൻ സാക്ഷ്യം പറയുന്നു. നന്ദി കർത്താവെ. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത മകന് സൗഖ്യത്തിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? Praise the Lord.
ഇന്നലെ പറഞ്ഞു. ഇന്നലെ ഒരു ആലോചന പറഞ്ഞായിരുന്നു റേച്ചൽ എന്ന്, അത് എന്റെ പേരാണ്. കഴിഞ്ഞ ഒരു ദിവസം എന്റെ പാസ്പോർട്ട് നമ്പരും പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ UK വിസിറ്റ് വിസയ്ക്ക് കൊടുത്തിട്ട് അത് റിജക്റ്റ് ആയി. അങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് അത് അത്ഭുതമായി മാറ്റുന്ന സിസ്റ്റർ, അതുകൂടെ കർത്താവ് ട്രൈ ചെയ്തോണം. ദൈവത്തിന്റെ നാമത്തിൽ അത് സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ബ്രദറെ എനിക്കൊരു സാക്ഷ്യമുണ്ട്. സ്തോത്രം. പറഞ്ഞോ ബ്രദറെ ഒരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. വ്യാഴാഴ്ച ബ്രദർ പ്രാർത്ഥിച്ചപ്പം അലർജി മാറുന്നതായിട്ട് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്ത് എനിക്ക് 2 ദിവസം കൊണ്ട് ഇപ്പൊ എനിക്ക് 2 കൊല്ലം കൊണ്ട് എനിക്ക് ദേഹം മൊത്തം ചൊറിച്ചിലായിരുന്നു. കീമോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അലർജി ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മരുന്നൊക്കെ ചെയ്ത് നോക്കിയിട്ടൊന്നും ഇത് കുറയുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് എന്റെ ചൊറിച്ചിലിനെയൊക്കെ കർത്താവിന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ഇനി ഇതൊന്നും എന്റെ ശരീരത്തിൽ ഞാൻ അനുവദിക്കത്തില്ല, യേശുവിന്റെ നാമത്തിൽ പിശാചെ എന്നെ വിട്ടുപോ, എനിക്ക് യേശുവിന്റെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യമായിരിക്കും ഇങ്ങനെ പറയുമായിരുന്നു എപ്പോഴും. അത് കഴിഞ്ഞ് ബ്രദർ ഇങ്ങനെ പറഞ്ഞതിന്റെ ഞാൻ ഏറ്റെടുത്ത് ഇന്ന് 2 ദിവസം കൊണ്ട് ദേഹത്തൊരു ചൊറിച്ചിലും ഇല്ല. കർത്താവ് സൗഖ്യം തന്നതിനായി എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? 2023 ഫെബ്രുവരി തുടങ്ങിയതാ. ഇത്രയും നാളുകളായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കർത്താവ് ഇടപെട്ടു. ഒരുപാട്. എന്നിട്ട് ആശുപത്രി പോയി ഇതുപോലെ ടോക്സിൻ ഒക്കെ എടുക്കാൻ കരുതിയൊക്കെ ചികിത്സയൊക്കെ ചെയ്തതാ. 2-3 പ്രാവശ്യമൊക്കെ പോയി. എന്നിട്ടും ആ എടുക്കുന്ന സമയം കുറയും പിന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി പ്രയാസമായിരുന്നു. ചൊറിഞ്ഞിങ്ങനെ തടിച്ച് പൊങ്ങും, എന്നിട്ട് അത്രയും ഭാഗത്തെ തൊലി അങ്ങടായി പോകും പിന്നെ ചൊറിയുമ്പോ. അങ്ങനെ ദേഹം മൊത്തം എനിക്ക് പാടായിരുന്നു. ഇപ്പൊ ഈ 2 ദിവസം കൊണ്ട് ആ പാട് പോലും ആ തെളിച്ച അങ്ങ് മാറി വരുക. സ്തോത്രം. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി. പറഞ്ഞ പോലെ തന്നെ അലർജി ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷത്തോളം എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് മാറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അലർജികൾ സൗഖ്യമാകുന്ന കർത്താവിന്റെ ആലോചന ഏറ്റെടുത്തപ്പോൾ ആ നിമിഷം തന്നെ പാടുപോലും ഇല്ലാതെ വണ്ണം പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഞാനൊരു പറഞ്ഞു ടെസ്റ്റിമണി പറയാനായിട്ടാണ്. ഞാൻ പറഞ്ഞു ഇന്ന് സിസ്റ്റർ. ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു, ലിഫ്റ്റ് വർക്ക് ചെയ്യാഞ്ഞപ്പം ഞങ്ങൾ 8th ഫ്ലോറിലാണ്. ഈ 8th ഫ്ലോർ ഇറങ്ങാനും കയറാനും ഒരു അവസരം വന്നു. എന്നുവെച്ചാൽ എനിക്ക് ഇറങ്ങണമായിരുന്നു എന്റെ റൂമിൽ നിന്ന്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ കാല് നല്ല പെയിൻ ആയിരുന്നു. ഞാൻ വന്നങ്ങ് കിടന്നു. അപ്പൊ ഞാൻ കർത്താവ് എന്നെ ബ്രദറിന്റെ ഈ വചനം കേൾക്കാനായിട്ട് എഴുന്നേൽപ്പിക്കണേന്നും പറഞ്ഞു തന്നെ ഞാൻ കിടന്നത്. അതേപോലെ ഞാൻ അങ്ങ് എഴുന്നേറ്റു, കേട്ടോണ്ടിരുന്നു. ഞാൻ ആ ബ്രദർ പറയുമ്പോഴാ സൗഖ്യത്തിൻ്റെത് പറഞ്ഞപ്പോ അവസാനം ബ്രദർ പറഞ്ഞത് അസ്ഥിന്നും കൂടെ പറഞ്ഞു. ആ അസ്ഥിയുടെ മേലെ യേശുവിന്റെ സൗഖ്യം വ്യാപരിക്കുന്നത്. ഞാൻ അതിങ്ങനെ എന്റെ കാലിങ്ങനെ വെച്ച് തുടച്ചുകൊണ്ട് ഇങ്ങനെ തിരുമ്മി ഇരിക്കുക. ദൈവമേ, എനിക്ക് നാളെ ചർച്ചിൽ പോണം. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച, കർത്താവ് എനിക്ക് ഈ കാലും കൊണ്ട് പോണം. ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പഴയതുപോലെ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത സൗഖ്യത്തിൽ നിന്ന് പ്രിയശ്രേഷ്ഠ പറഞ്ഞ പോലെ തന്നെ വേദനയാൽ ഭാരപ്പെട്ടു, പക്ഷേ കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. അസ്ഥികളുടെ മേലുള്ള സൗഖ്യത്തിൽ നടക്കുന്നു പറഞ്ഞപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. ഒരു കുഴപ്പമില്ലാതെ വണ്ണം കർത്താവ് വിടുവിച്ചു. ഗോഡ് ബ്ലസ് യു. കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ. പറഞ്ഞു ഹലോ. പറഞ്ഞു എന്റെ ഒരു കണ്ണിന് ബ്രദർ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ ചെന്നപ്പോൾ കണ്ണിന് പ്രഷർ കൂടുതലായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 ആഴ്ച കൊണ്ട് എനിക്ക് ദൈവം സൗഖ്യം തന്നെന്ന് വിചാരിച്ച് ഞാൻ മരുന്നൊന്നും ഒഴിക്കാതെ ഇരുന്നു. അപ്പൊ ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കിയിട്ട് സാക്ഷ്യം പറയാമെന്നും പറഞ്ഞാണ് ഞാൻ ഇന്നലെ പോയത്. അവിടെ ചെന്നപ്പോ അവര് പറയണം, അമ്മ കൊച്ചു ജൂനിയർ പിള്ളേരായിരുന്നു ഇത് നോക്കുന്നത് ഡോക്ടർമാര്. അപ്പൊ അമ്മ 2-3 ആഴ്ച കൊണ്ട് മരുന്ന് കണ്ണിൽ ഒഴിക്കുന്നില്ല, ഇത് പ്രഷർ കൂടി നിൽക്കണം, ബ്ലോക്ക് ആയിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവര് 2-3 ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഇത് കൂടുതലായിട്ട് നിൽക്കുന്നു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഗുളികയൊക്കെ തന്നു വിട്ട. എന്ത് ബ്രദർ അങ്ങനെ വന്നത്? ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമുണ്ട്. നമ്മളൊരു മെഡിസിൻ കഴിക്കും എപ്പോഴും ഓർത്തോണം, അത് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യണം. അത് പൂർണ്ണ സൗഖ്യമാകും എന്ന് നമുക്ക് വിശ്വാസം ഉള്ളിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ ഒരു സംശയം വരും. ഇപ്പോൾ ഹൈ റിസ്കിൽ നിൽക്കുക നിങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹൈ റിസ്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിന്റെ വചനം നോക്കുന്ന സമയത്ത്, ആ വചനം വിശ്വസിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മെഡിസിനും നിങ്ങൾ ആരും സ്റ്റോപ്പ് ചെയ്യരുത്.
ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരെന്താണോ ഒരു വലിയ ഹൈ റിസ്ക്, ഇപ്പം ഞാൻ പറയാറില്ല, ഇപ്പം ഒരു വേദന ഉള്ള ആളുകൾ വേദനയാൽ ഭാരപ്പെടുമ്പോൾ നമ്മൾ കൈ വെച്ചപ്പോൾ ആ സൗകര്യം പറഞ്ഞു, കേൾക്കുന്നുണ്ടോ? അപ്പം നമ്മൾ അങ്ങനെ ഒറ്റയടിക്ക് നിങ്ങൾ മരുന്നുകൾ എല്ലാവരും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഹൈ റിസ്കിൽ മെഡിസിൻ കഴിക്കുന്നവർ വിശ്വാസത്താൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഡോക്ടറുടെ നമ്മൾ എന്ത് ചെയ്യണം, ആ പറഞ്ഞിരിക്കുന്നത് പോലെ പാലിക്കണം. ആ പ്രാർത്ഥനയാൽ തന്നെ അത് മാറുമെന്നും വിശ്വസിക്കുകയും സൗഖ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയുകയും ചെയ്യണം. ദൈവം സൗഖ്യമാക്കും. പക്ഷെ ഹൈ റിസ്കിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴാണ് രോഗം കണ്ടുപിടിച്ചത്, രോഗത്തിൻ്റെ കാഠിന്യം അറിഞ്ഞത്, അതെങ്ങനെയാണ് അറിയപ്പെട്ടത്, അതേ ടെസ്റ്റിലൂടെ തന്നെ ഞാൻ സൗഖ്യമാകും. പക്ഷെ ഹൈ റിസ്കിൻ്റെ അവസ്ഥയിൽ നിന്നും ഞാൻ ഈ മെഡിസിൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്, പക്ഷേ ഈ മെഡിസിൻ കൂടാതെ തന്നെ ഞാൻ സൗഖ്യമാകും. ആ ഡോക്ടർ തന്നെ പറയും ഇനി മെഡിസിൻ കഴിക്കണ്ട എന്നോട് പറയുന്ന രീതിയിൽ ഞാൻ ആയിത്തീരുമെന്ന് ഹൈ റിസ്കിൽ പോകുന്ന ആൾക്കാർ എപ്പോഴും ഓർത്തണം. അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒറ്റയടിക്ക് നിർത്തുമ്പോൾ തന്നെ പറയും, നമ്മൾ വിശ്വാസത്തിൽ വളർന്നു വരുന്ന ആൾക്കാരുണ്ട്, വിശ്വാസത്തിൽ ബലപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ. ഈ മെഡിസിൻ ഡോക്ടർ പറയും ഇനി മെഡിസിൻ കഴിക്കണ്ട, ഈ മരുന്ന് ഇനി കഴിക്കണ്ട, പൂർണ്ണ സൗഖ്യം അല്ലെങ്കിൽ മാറ്റം വന്നിരിക്കുന്ന ഡോക്ടർ തന്നെ സർട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. എപ്പോഴും ഓർത്തണം സിസ്റ്റർ, അത് കുഴപ്പമില്ല, ഇനി അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ അത് പറയും ഇനി മെഡിസിൻ വേണ്ട. ബ്രദർ എനിക്കൊരു സാക്ഷ്യം പറയാണ്ട് ബ്രദർ. എനിക്ക് കുറെ നാളുകൊണ്ട് ഈ ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിൽ കയറാൻ തുടങ്ങിയത് ഈ ജൂൺ പകുതിയിൽ വെച്ചാണ് 2024. അപ്പൊ ഇപ്പോഴ് എനിക്ക് നേരത്തെയൊക്കെ രാത്രി കാലങ്ങളിലാണ് ഇങ്ങനെ വരുന്നത്. ശരീരത്ത് ഒരുമാതിരി വേദന, എന്തോന്ന് പറയാ, വലിച്ചു കീറുന്ന പോലെ അങ്ങനെ ഒരു ഇറിറ്റേഷൻ വരുമ്പം അത് എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുമ്പോ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. അങ്ങനെ കുറെ സമയം അങ്ങനെ ഒരു 1-2 മണിക്കൂർ അങ്ങനെ പോയി അങ്ങനെ ഇരുന്ന് അങ്ങനെ അതങ്ങ് താനെ അങ്ങ് ശമിക്കുകയാണ് പതിവ്. അങ്ങനെ ഇപ്പൊ അങ്ങനെ അധികം വരാറില്ല. ഇപ്പൊ ഈ ബ്രദറിന്റെ പ്രാർത്ഥന കയറിയതിനു ശേഷം എനിക്കിപ്പോ അങ്ങനെ വരാറില്ലായിരുന്നു. ഇപ്പൊ 2-3 ദിവസത്തേക്ക് മുമ്പ് ഇതുപോലെ രാത്രിയിൽ ഇതുപോലെ എനിക്ക് സംഭവിച്ചപ്പോ ഞാൻ കർത്താവിന്റെ ബ്രദർ പറയുന്ന പോലെ വചനം ഞാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണം പറഞ്ഞിട്ട്, കർത്താവ് എന്റെ രോഗത്തെ വഹിച്ചതാ, ഒരു രോഗവും എന്നിൽ ഇരിക്കാൻ പറ്റത്തില്ല. കർത്താവ് എനിക്ക് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശരീരമാണ് എന്റെ ശരീരം, എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് എന്ന് പറഞ്ഞിങ്ങനെ ചന്നം ഭിന്നം വചനം പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ അത് താനെ അങ്ങ് ശമിച്ചു ബ്രദർ. എനിക്ക് അന്ന് ഇപ്പൊ ആദ്യം വരണത് പോലെ ഒന്നും എനിക്ക് ഉണ്ടായില്ല. തീർച്ചയായിട്ടും ഇത് കർത്താവിന്റെ കൃപയാൽ ദൈവം കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. മാനസികമായി ശാരീരികമായിട്ടുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളെയും കർത്താവ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി. മുന്നോട്ടും വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് ബലപ്പെടുക. കർത്താവ് സാക്ഷ്യമാക്കും കേട്ടോ. ഇന്നലത്തെ ആലോചനയാണ്. ഇന്നലെ ഒരു വയലറ്റ് നൈറ്റ് ഇട്ടൊരു സഹോദരി, അതിന്റെ ഇവിടെ ഒരു കറുത്ത തടിച്ച മറുകൊണ്ട് ആ മുറിക്കകത്ത് ഇങ്ങനെ വളരെ ഭാരത്തോടെ വെക്കുന്ന, ആ മുറിയിൽ ഒരു സോഫയും കിടപ്പുണ്ട്, വളരെ ഭാരത്തോടെ വെക്കുന്ന പറഞ്ഞാൽ അതെന്റെ മോന്റെ ഭാര്യയാണ്. ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല, വളരെ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റിയില്ല, അതെന്റെ മോന്റെ ഭാര്യയാണ്. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും എടുത്തോണം, കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ എനിക്കൊരു സാക്ഷി പറയാനുണ്ട്. പറഞ്ഞു ബ്രദറെ, കഴിഞ്ഞ കുറെ നാളുകളായിട്ടും എന്റെ മകനാണെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ ഇന്നലെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതിനുവേണ്ടി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ഇന്നലെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞില്ലേ, അത്ഭുതം കാണുമെന്ന്, യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണുമെന്നുള്ള വചനം പറഞ്ഞു. ഞാനതാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തും അത് പറഞ്ഞു കിടന്ന്. ഇന്ന് രാവിലെ ആണെങ്കിൽ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും, എന്റെ മകനിൽ കൂടി തലമുറകളിൽ കൂടി ഞാൻ അത്ഭുതം കാണുമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞപ്പോ മോൻ പറഞ്ഞ് ഞാൻ വെള്ളം വരെ പോയിട്ട് വരട്ടെന്നും പറഞ്ഞ്
ഒരു വാഹനം നോക്കട്ടെ എന്നും പറഞ്ഞ് പോയി. ഇന്ന് വൈകിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വാഹനം ലഭിച്ചതിന് നന്ദി. അതുപോലെ തന്നെ ആണെങ്കിൽ അത് കൊണ്ടുവന്ന് കുറെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞാനത് ഒരു ദേവദാസം വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേന് മോനാന്നെ ആ താക്കോൽ ആ വണ്ടിക്ക് അകത്തിട്ടിട്ട് ഡോറ് അടച്ച് അതങ്ങ് ലോക്കായി പോയി. പിന്നെ അത് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ തുറക്കാനൊക്കാതെ ഒത്തിരിയും പണിപ്പെട്ട അത് തുറക്കാനെ കൊണ്ടൊന്നും ഒക്കത്തില്ല. അപ്പൊ ഞാന് അവിടെ വന്നെന്ന് പറഞ്ഞ് ദൈവം അത്ഭുതം പ്രവർത്തിക്കും, അത്ഭുതം കാണുമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു അമ്മ പോയി മുറിക്കകത്ത് പോകാൻ പറഞ്ഞു. ഞാനങ്ങ് പോയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് അപ്പൊ ഞാന് അവിടുന്ന് പറഞ്ഞു 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ എലീശയോട് മരം മുറിച്ചുകൊണ്ടിരുന്നപ്പം കോടാലി വെള്ളത്തിൽ വീണ് അത് എടുക്കാനെ കൊണ്ട് എന്റെ കോടാലി വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞപ്പോഴത്തേന് എലീശ പറഞ്ഞ് അതെവിടാ നിന്നെ കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ അവരത് ആ സ്ഥാനം കാണിച്ചു കൊടുത്തപ്പോൾ ഒരു കമ്പ് വെട്ടി ആ വെള്ളത്തിൽ ഇട്ടപ്പോൾ ആ കോടാലി തനിയെ പൊങ്ങി വന്നു എന്ന് പറഞ്ഞു. ആ വചനം ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ വചനത്തിന്റെ അത്ഭുതം ഞാൻ ഇന്ന് കാണും, ഇപ്പോൾ തന്നെ കാണുമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല അതിന് മുമ്പേ വന്ന് വീട്ടിൽ എന്ന് പറഞ്ഞു എനിക്ക് ആ താക്കോല് കിട്ടിയെന്ന്. എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല. അത്രമാത്രം ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ ആ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒപ്പം വചനം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദേവദാസന്റെ ഈ ഗ്രൂപ്പിൽ കയറിയത് പിന്നെയാണ് എനിക്കതങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പാനൊക്കെ പഠിച്ചതൊക്കെ. ദേവദാസനെയോട് നന്ദിയിലേക്കുമാറാട്ടെ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ വചനം പറഞ്ഞ് വാഹന നന്മ ലഭിക്കുവാൻ ഇത് മാത്രമല്ല അതിനുണ്ടായ വിഷയത്തെ മുഴുവനും വചനത്താൽ തന്നെ ജയമെടുക്കുവാനും കർത്താവിന്റെ കൃപ ഇടയാക്കിയല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഇന്നലെ ഒരു ഇത് പിന്നെ അനിത എന്ന് പറഞ്ഞൊരു സഹോദരി, അത് സൂമിലുള്ള അല്ല, സൂമിൽ കേട്ടോണ്ടിരിക്കുന്ന ആളുടെ സഹോദരി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇന്നലെ ഏറ്റെടുത്ത് അത് പറഞ്ഞു. അത് ഇന്നലെ അതെങ്ങനെ പ്രാർത്ഥിക്കണോന്ന് എനിക്കറിയത്തില്ല ബ്രദറൊന്നും. ആ മോന് വേണ്ടിയിട്ട്, ആ മോനെ ഓർത്ത് ഭാരപ്പെടുവാണ്. ആ മോൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു 6-7 ലക്ഷമൊക്കെ നഷ്ടപ്പെട്ട് 2 വർഷം ആ മോന്റെ പഠിത്തവും ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോയിരുന്നു. ഇപ്പൊ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ അടുത്തൊരു സെന്റ് ജോസഫ് കോളേജിൽ അവനെ പഠിക്കാനാക്കി. അവൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് ആ ബാംഗ്ലൂരിൽ പോയി അവന് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇത് വന്നു. അങ്ങനെ നാത്തൂൻ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് അന്നേരം ഇപ്പം അവരുടെ വീട്ടിൽ നിന്ന് പഠിക്കുമായിരുന്നു. 1 വർഷം 2 വർഷമൊക്കെ തീരാറായപ്പോഴത്തേന് പിന്നെ നാത്തൂൻ കരച്ചിലൊക്കെ ആയി. അങ്ങനെ ഞങ്ങളുടെ വീട്ടില് എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളാ. അപ്പം ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഡിസംബർ മുതൽ ഞങ്ങളുടെ അടുത്ത് കൊണ്ട് നിർത്തിയേക്കുക. അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിച്ചൊക്കെ ഇവിടുന്ന് ആ മോൻ ഇവിടെ വന്ന് കയറിയപ്പം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിച്ച് അങ്ങനെ അവൻ്റെ മേലുള്ള ആ ഒരു ഇതൊക്കെ പോയി. വീട്ടിനകത്ത് എനിക്ക് പ്രയാസമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് അങ്ങനെ മാറി. എന്നിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും മൂശയുടെ സ്വഭാവമാണ്. എൻ്റെ അമ്മയോടും അപ്പനോടും നല്ലതായിട്ട് പെരുമാറത്തൊന്നുമില്ല, എല്ലാത്തിനും ദേഷ്യം. പിന്നെ നല്ലതായിട്ട് പുക വലിക്കുന്നുണ്ട്. 23 വയസ്സ് ഉള്ളു. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുക, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴും ഒക്കെ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം സിസ്റ്റർ. എന്ന് വെച്ചാൽ ആ പേര് പറഞ്ഞ്, അനിത എന്ന് പറഞ്ഞ സിസ്റ്ററുടെ പേര് പറഞ്ഞ്, ഈ മോൻ്റെ പേര് പറഞ്ഞ്, കർത്താവ് ഈ കുടുംബം കർത്താവിൻ്റെ സാക്ഷിയാകും, ഞങ്ങളത് കാണും, ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് കർത്താവിനെ ഞങ്ങൾ ആരാധിക്കും, ഈ മകനും അവിടെ ആരാധിക്കും. അവൻ്റെ ജീവിതത്തിൽ, ആ സഹോദര ജീവിതത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ സാക്ഷ്യമായി തീരും, അനേകരുടെ മുകളിൽ ഞങ്ങളൊരു അനുഗ്രഹമായി തീരും. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് അത് അവര് ഹിന്ദുസാ. ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ സുവിശേഷമൊക്കെ പറഞ്ഞു നാത്തൂനോട്. നമ്മളത് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും സിസ്റ്ററെ. കർത്താവ് അവരുടെ ജീവിതത്തിൽ അനുകൂലമായിട്ട് തന്നെ പ്രവർത്തിക്കും കേട്ടോ. ശരി. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, എൻ്റെ ഒരു കസിന് പരിപല ഹോസ്പിറ്റലില് ഈ മരണവുമായിട്ട് മല്ലടിച്ച് കിടക്കുക. പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ പിന്നെ ഇപ്പം ഫോൺ വിളിച്ച് പറഞ്ഞു, അപ്പം പുള്ളിക്ക് പെട്ടെന്ന് ന്യൂമോണിയ പിടിച്ചു.
അപ്പൊ 73 വയസ്സുണ്ട്. പുള്ളിയുടെ പേര് തമ്പി എന്നാണ്. IDBയുടെ ജനറൽ മാനേജറായിരുന്നു. പക്ഷെ പുള്ളി എന്നും വൈകിട്ട് 7:30 ആകുമ്പം ചെറുതായിട്ട് മദ്യപിക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് ഈ ക്യാൻസർ. പിന്നെ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഈ മദ്യപാന്മാർക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് പറയണേ പാസ്റ്റർ. ഒരുപാട് പേര് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ മദ്യപിക്കുന്നുണ്ട്. അതിനുവേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും കർത്താവെ, ഞങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ആ വ്യക്തി രോഗക്കിടക്കയിൽ കർത്താവെ, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. വാർദ്ധക്യത്തിലും കർത്താവെ ഞങ്ങളുടെ സാക്ഷിയാക്കി നിർത്തുവാൻ, ആ രോഗം മാറ്റി ആരോഗ്യം കൊടുക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അതുകൂടാതെ മദ്യപാനത്തിന് ദുരാത്മാക്കൾ കുടുംബത്തെ നശിപ്പിക്കുന്ന സകല വിധമാകുന്ന വിഷയത്തിന് മേൽ യേശുവെ ഇന്ന് വലിയൊരു സമാധാനം. മദ്യപാന നിമിത്തം ഉണ്ടാകുന്ന പല ദുഃഖ വാർത്ത ഞങ്ങൾ എല്ലാ ദിവസവും കർത്താവെ ഈ ലോകത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ അതിൽ ആ ദുരാത്മാക്കൾ വിട്ടുപോയി കുടുംബങ്ങൾ സമാധാനം പ്രാപിക്കട്ടെ, സന്തോഷം പ്രാപിക്കട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും സാക്ഷിയുള്ളവരുണ്ടോ? ആ ബ്രദറെ, ഒരു കാര്യം ഉണ്ടായിരുന്നു ബ്രദറെ. എന്റെ ഒരു ബ്രദർ ഉണ്ട് ദുബായിൽ. അവന്റെ തലയിൽ ഒരു ക്ലോട്ട് ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അവര് ഡോക്ടർ പറഞ്ഞ 2 മാസത്തെ മരുന്ന് കഴിക്കണം, പിന്നെ റെസ്റ്റ് വേണമെന്നാ പറഞ്ഞേ. അപ്പൊ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എന്റെ മുൻപിൽ ഒരു കൈ വന്നിട്ട് ആ കയ്യിൽ ഒരു പേനയ്ക്കകത്ത് ഇടുന്ന റീഫിൽ ഇല്ലേ ബ്രദറെ, ആ റീഫില്ല് കാണിച്ചു. അതിന്റെ അകത്ത് ആ റീഫില്ലിന്റെ അകത്ത് കുറച്ച് മഷിയുണ്ട്, കുറച്ച് കാലി സ്ഥലവും കാലിയും കാണിക്കുന്നുണ്ട്. അത് എന്താന്ന് അറിയാൻ പറ്റുമോ ബ്രദറെ? സിസ്റ്റർ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ കർത്താവ് ആ മകനെ കർത്താവ് മടക്കി തന്ന് ഞങ്ങളുടെ നടുവിൽ എല്ലാവർക്കും ഒരു സാക്ഷ്യമാക്കി ആ മകനെ തീർക്കണമെന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവ് അവന്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും, സൗഖ്യത്താൽ ആ മകനെ നിറയ്ക്കും കേട്ടോ. ദൈവം അത്ഭുതമാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെയും കേൾക്കാം. നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലാണ്, സൂമിലല്ല, യൂട്യൂബിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ മാത്രമാണ്, അതിനുശേഷം സൂമിൽ തന്നെയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക. 29-ാം തീയതിയിലെ പ്രാർത്ഥന ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളുള്ളൂ നമ്മുടെ നടുവിൽ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മറ്റ് സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രെയർ ലൈനുകളിലേക്ക് നിങ്ങൾ അയക്കുക. എല്ലാ സാക്ഷ്യമല്ല, കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. പിന്നെയും കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധി ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ, ജോലിയിലും ബിസിനസ്സിലും വർധനം ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്ക് പിന്നെയും വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യുന്നു, യൂട്യൂബിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യുന്നു. ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് സൂമിൻ്റെ ലിങ്ക് ഉണ്ട്. എല്ലാ ദിവസവും നീ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ഇപ്പോൾ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറ